أمورهم رحموا وقدومنا ذبح ما ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം 1 മണിക്കൂർ സമയം നാം പ്രത്യേകിച്ച് നമ്മുടെ ആരാധനകളെക്കുറിച്ച്, ആരാധനക്രമങ്ങളെക്കുറിച്ച്, അതോടൊപ്പം തന്നെ ആരാധനയിലെ ഓരോ വിശ്വാസ സത്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളതായ ആഴമായ ഒരു ചെറിയ സംവാദത്തിലൂടെ അല്ലെങ്കിൽ ഒരു ചർച്ചകളിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ട് തന്നെ അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ക്രമീകരണമാണ് നാം ഈ ഓൺലൈൻ സർവീസ് അല്ലെങ്കിൽ ശുശ്രൂഷകളിലൂടെ ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ സഭയോടെ ആരാധനയോടെ ചേർന്നിരിക്കുന്നു, പക്ഷേ പലപ്പോഴും പലരും ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ആഴങ്ങൾ മനസ്സിലാകുന്നില്ല എന്ന പല കാര്യങ്ങൾ പലപ്പോഴും എപ്പോഴും പലരും പങ്കുവയ്ക്കാറുണ്ട്. നമ്മുടെ ഒരു ആരാധന പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യം. കാരണം നമ്മുടെ ആരാധനയെ പിതാക്കന്മാർ കാണുന്നത് ഒരു റോസെ അല്ലെങ്കിൽ റോസോ എന്ന് സുറിയാനി വാക്ക്, അതെന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ യഥാർത്ഥമായൊരു അർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത് മിസ്റ്ററി എന്നാണ്. മിസ്റ്ററി, നിങ്ങൾക്ക് വീഡിയോ ഓണാക്കാൻ പറ്റുന്ന വീഡിയോ ഓണാക്കട്ടോ, കുഴപ്പമില്ല. അപ്പം മിസ്റ്ററി എന്നൊരു വേർഡ് കൊണ്ടാണ് ഒരു നമ്മുടെ ആരാധനയെ സഭ അല്ലെങ്കിൽ പിതാക്കന്മാർ കാണാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത്രമാത്രം ഒരു മിസ്റ്റിക്കൽ എലമെന്റ് എപ്പോഴും അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ആ മിസ്റ്റിക്കൽ എലമെന്റിലൂടെ തന്നെ നമ്മൾ ഒരു ദൈവത്തോട്, അദൃശ്യനായ ദൈവത്തോട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ദൈവത്തോട് നാം ചേർന്നിരിക്കാനുള്ള ഒരു ക്രമീകരണമാണ് പരിശുദ്ധ സഭ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിസ്റ്റിക്കൽ എലമെന്റ് എന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ അന്ന് ആരാധന അല്ലാതെ മാറും. കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിക്കുള്ളിലേക്ക് ഒതുങ്ങുന്നതല്ല ദൈവം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ മനുഷ്യന്റെ ബുദ്ധിക്കകത്തേക്ക് ദൈവം ഒതുങ്ങിയാൽ അത് ദൈവമല്ല. അതുകൊണ്ട് നമ്മുടെ ആരാധന പ്രത്യേകിച്ച് വെസ്റ്റേൺ ലിറ്റർജിയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാനിടയെ തരുമ്പോൾ ഈസ്റ്റേൺ ലിറ്റർജി അല്ലെങ്കിൽ ഓറിയന്റൽ ലിറ്റർജി എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ അധികം മിസ്റ്റിക്കൽ എലമെന്റുകൾ അകത്ത് കിടപ്പുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിനുള്ളിൽ ആ മിസ്റ്റിക്കൽ എലമെന്റിൽ നിന്നുകൊണ്ട് തന്നെയുള്ള ഒരു ഫെയ്ത്തിലൂടെ കടന്നു പോകാൻ ഇടയായി തീരേണ്ടതുണ്ട്. കാരണം ഇപ്പം നമുക്കറിയാം വിശുദ്ധ കുർബാനയിൽ ഒത്തിരി നമ്മൾ സിമ്പൽ ഉപയോഗിക്കുന്നുണ്ട്, സിംബോളിക്കായ ഒത്തിരി കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ ക്യാൻഡിൽസ് ഉപയോഗിക്കുന്നു. എന്താണ് ക്യാൻഡിൽസ്? പലപ്പോഴും ജസ്റ്റ് ഒരു മെഴുകുതിരി എന്ന് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ മെഴുകുതിരിക്കകത്ത് തന്നെ ഒത്തിരി അർത്ഥങ്ങൾ, ഇപ്പോൾ നമ്മൾ ധൂപം അർപ്പിക്കുന്നു, ആ ധൂപക്കുറ്റി ഉപയോഗിക്കുന്നു. ആ ധൂപക്കുറ്റിയുടെ അർത്ഥം എന്താണ്? എന്തിനാണ് ധൂപക്കുറ്റി ഉപയോഗിക്കുന്നത്? അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, നമ്മൾക്കറിയാത്ത കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതല്ല, മറിച്ച് അതിൻ്റെയൊക്കെ എന്തിനെ അത് ഉപയോഗിക്കുന്നു, അതിൻ്റെ മിസ്റ്റിക്കൽ എലമെന്റ് നഷ്ടപ്പെട്ടു പോകാതെ തന്നെ ഉള്ള ഒരു ഇന്റർപ്രിട്ടേഷനിലൂടെ കടന്നു പോകാൻ തക്കവണ്ണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും പത്രോസ്ലീഹായ്ക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പ്രാർത്ഥന എങ്ങനെയാണ്? നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം ഇനി നാളെ ഞാൻ കടന്നു വരുമ്പോൾ ഈ ഭൂമിയിൽ വിശ്വാസമുള്ളവർ എത്ര പേരുണ്ടാകുമെന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. ഇപ്പം രണ്ടാമത്തെ വരവാകുമ്പോഴേക്കും ഈ ഭൂമിയിൽ വിശ്വാസമുള്ളവർ എത്ര പേരുണ്ടെന്ന് കർത്താവ് തന്നെ സംശയിക്കുന്നുണ്ട്. കാരണം വിശ്വാസമില്ലാത്ത ഒരു വലിയ മേഖലകളിലേക്ക് ലോകം മാറിപ്പോയേക്കാം. അതുകൊണ്ട് പത്രോസിനെ നോക്കിയ കർത്താവ് വളരെയധികം സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, പത്രോസെ, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ ചെന്ന് നിന്റെ ശിഷ്യന്മാരെ നീ ശക്തിപ്പെടുത്തണം എന്ന് പറയുന്ന ഒരു ഉപദേശം നമുക്ക് വചനഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ പത്രോസിനെ പോലും വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മേഖലയുണ്ട് എന്ന് വചനഭാഗം പഠിപ്പിക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസമാണ് ആഴത്തിൽ ഉറപ്പിക്കേണ്ടത്. അപ്പോൾ ഒരു മിസ്റ്റിക്കൽ എലമെന്റുകളിൽ അല്ലെങ്കിൽ ആരാധനയുടെ കടുത്തറ എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്, അല്ലേ? അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആരിൽ വിശ്വസിക്കണം? പിശാച് പോലും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവിൻ്റെ അടുക്കിലേക്ക് പിശാച് കടന്നപ്പോഴും പറയുന്ന കാര്യം, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നീ ദൈവപുത്രനാണെങ്കിൽ എന്ന് പറയുമ്പോൾ അവന് തന്നെ അറിയാം നീ ദൈവപുത്രനാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പിശാച് പോലും യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഒരു ആക്രമണമായിട്ട് കടന്നു വരാൻ ഇടയെത്തിയിരുന്നത്. പലപ്പോഴും പൈശാചിക ശക്തികൾ ആവസിക്കപ്പെട്ടതായ മനുഷ്യന്മാരെ കർത്താവ് വിമോചിപ്പിക്കുമ്പോഴും അവർ വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്, നസറാനായ യേശുവേ, അല്ലെങ്കിൽ ദൈവപുത്ര, നീ എന്തിന് ഞങ്ങൾ ഉപദ്രവിക്കുന്നു?
എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞ് ആണ് അവരൊക്കെ വിട്ടുപോകാൻ ഇടയെത്തിയിരുന്നത്. അപ്പോൾ പിശാചിന് പോലും ദൈവത്തെ അറിയാം, അല്ലെങ്കിൽ നീ ദൈവപുത്രനാണെന്നും അറിയാം. പക്ഷെ അറിഞ്ഞതുകൊണ്ട് മാത്രം ഒരിക്കലും ഒരു ആരാധനയിൽ കടക്കാൻ ഇടയായിത്തീരുകയില്ല. പിശാച് രക്ഷപ്പെടുന്നല്ല. പിശാചിന് അറിയാവുന്നത് കൊണ്ടും ദൈവപുത്രനാണെന്നൊക്കെ അറിഞ്ഞത് കൊണ്ടൊന്നും രക്ഷപ്പെടുന്നില്ല. മറിച്ച് നമ്മൾ ആ അറിവിൽ നിന്നുള്ളതായ ഒരു ആഴത്തിലേക്ക് കടക്കാൻ ഇടയായിത്തീരേണ്ടതുണ്ട്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ, അവനിൽ വിശ്വസിക്കുന്ന ഏവൻ നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി തന്നെ ഏകജാതൻ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ലോകത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അത്രമാത്രം ലോകത്തെ സ്നേഹിക്കുന്ന പിതാവിന്റെ സ്നേഹം. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് രക്ഷ എന്നുള്ളത് പിതാവിനെയും പുത്രനെയും അറിയുക എന്നുള്ളത് അത്രേ നിത്യജീവൻ. അപ്പോൾ അവിടെ നിത്യജീവൻ എന്നൊക്കെ പറയാനിടയായിത്തീരുന്നത് പിതാവിനെയും പുത്രനെയും ഒക്കെ അറിയാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു യഥാർത്ഥമായ അറിവിലേക്ക് കടക്കുമ്പോഴാണ് യഥാർത്ഥ രക്ഷയിൽ നമുക്ക് കടക്കാൻ ഇടയായിത്തീരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെ സഭയിൽ ഇപ്പം നിങ്ങൾക്ക് ചോദ്യങ്ങളിലൂടെ കടന്നു പോകാം. നമ്മുടെ സഭയിൽ വിശ്വാസത്തെക്കുറിച്ച് അങ്ങനെയല്ല, വിശ്വാസമായി കാത്തു സൂക്ഷിക്കേണ്ടതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായ ഒരു ക്രമീകരണവും പ്രാർത്ഥനകളും സഭ പ്രത്യേകമായിട്ട് ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട്. അതെന്നാണ് അറിയാവോ? നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പ്രാർത്ഥന സഭയ്ക്കകത്ത് കിടപ്പുണ്ട്. ആർക്കറിയാം? വിശ്വാസം. വിശ്വാസ പ്രമാണം അല്ലേ? എന്ന് പറയുന്നത് സഭയുടെ വിശ്വാസത്തിന്റെ കാതൽ എന്ന് പറഞ്ഞിരിക്കുന്നത് വിശ്വാസ പ്രമാണം തന്നെയാണ്. എന്ന് പറയുന്നത് ക്രീഡ്, അല്ലെങ്കിൽ ആ ഫെയ്ത്ത് ഡിക്ലറേഷൻ ആണ്. അപ്പോൾ നമ്മുടെ സഭയുടെ ഏറ്റവും അടിത്തറ എന്ന് പറഞ്ഞിരിക്കുന്നത് വിശ്വാസ പ്രമാണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ നമ്മൾ ഞായറാഴ്ചകളിൽ ഇങ്ങനെ വചന വായനയെക്കുറിച്ച്, അതായത് ലിറ്റർജിയുടെ അല്ലെങ്കിൽ ആരാധനയുടെ 2 പാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഒന്ന് വചന ശുശ്രൂഷയാണ്, പിന്നെ എന്ന് പറഞ്ഞിരിക്കുന്നത് സർവീസ് ഓഫ് യൂക്രിസ്റ്റ് ആണ്. എന്ന് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ അപ്പത്തിന്റെ ശുശ്രൂഷയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ വചന ശുശ്രൂഷയ്ക്ക് ശേഷം ഏറ്റവും അവസാനിപ്പിക്കുന്നതാണ് ഒരു ക്രീഡ് ചൊല്ലിക്കൊണ്ട്, വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ആ ഫസ്റ്റ് ഭാഗം എൻഡ് ചെയ്യുന്നു. എന്നിട്ട് അതിനുശേഷം അടുത്ത പാർട്ടിൽ കിടക്കുകയാണ്. അപ്പൊ നമുക്ക് ഏത് യാമപ്രാർത്ഥന നോക്കിക്കോ, യാമപ്രാർത്ഥനയുടെ ഏറ്റവും അവസാനമാണ് നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലാൻ ഇടയായിത്തീരുന്നത് അല്ലേ? എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഒരു പ്രാർത്ഥന അവിടെ ഫുള്ളായി വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ ആരാധന പൂർത്തീകരിക്കുന്നു. അതിനുശേഷം നമ്മൾ വേണമെങ്കിൽ ഒരു കുക്കലിനൊക്കെ ചൊല്ലി വേണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി നമ്മൾ അവസാനിപ്പിക്കുന്ന രീതിയാണ്. വിശുദ്ധ കുർബാനയുടെയും ഒരു ഫസ്റ്റ് പാർട്ട് എൻഡ് ചെയ്യുന്നത് ആ ഒരു വിശ്വാസ പ്രമാണത്തിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർമ്മപ്പെടുത്താൻ ഇടയായി തീർന്നിരുന്നു. നമ്മുടെ ആരാധനയുടെ ഒക്കെ മേഖലകളിൽ ആദ്യം ഒരു കാറ്റഗിസം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു അല്ലെങ്കിൽ വിശ്വാസത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഒരുമിച്ച് ചേരുന്നു. അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിശ്വാസം മുഴുവൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്നാൽ അവരെ കൊണ്ട് ആ വിശ്വാസം ഏറ്റുചൊല്ലിപ്പിക്കുന്നു. അങ്ങനെ ഏറ്റുചൊല്ലിപ്പിച്ചതിന് ശേഷം വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാനിടയായി തീരുന്നു. അപ്പോൾ ഏറ്റുചൊല്ലുന്ന രീതി, അതുകൊണ്ടാണ് റോമർക്ക് ലേഖനത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു കർത്താവാണെന്ന് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുന്നവൻ രക്ഷ പ്രാപിക്കും. ഇപ്പൊ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഏറ്റുപറച്ചിൽ എപ്പോഴും ആവശ്യമാണ്. വിശ്വസിത മാമോദീസയുടെ സമയത്ത് നിങ്ങൾക്കറിയാം, മാമോദീസ സമയത്ത് ഒരു ആ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ ആദ്യം കുറച്ച് ഒരു ഓപ്പണിംഗ് പ്രയറും കുറച്ച് കാര്യങ്ങളൊക്കെ ചൊല്ലിയതിനു ശേഷം നമ്മൾ ആ ഒരു കുഞ്ഞിനെ വെള്ളത്തിലും അല്ലെങ്കിൽ തൈലം കൊണ്ടൊക്കെ പൂശത്തിന് മുമ്പായിട്ട് അവനെ കൊണ്ട് ആ കുഞ്ഞിനെ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ തലതൊടുന്ന അമ്മയോ അല്ലെങ്കിൽ അപ്പനോ എന്ത് ചെയ്യുന്നു, ഒരു വിശ്വാസം ഏറ്റു പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തിപ്പിക്കുന്നുണ്ട്. എന്താ, ഞാൻ സാത്താനെ തള്ളി പറയുന്നു, അവനെ ഉപേക്ഷിക്കുന്നു, എന്നിട്ട് മിശിഹായെ എൻ്റെ കർത്താവിൻ്റെ രക്ഷകനുമായിട്ട് സ്വീകരിക്കുന്നു, അവൻ്റെ പിതാക്കന്മാരെയും അപ്പോസ്തലന്മാരെയും അവർ പഠിപ്പിക്കുന്ന ഉപദേശങ്ങളെയൊക്കെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഏറ്റുപറച്ചൽ, ഒരു ഫെയ്ത്ത് ഡിക്ലറേഷൻ ആദ്യം നടത്തുന്നുണ്ട്. അതിനുശേഷമാണ് അടുത്ത സ്റ്റേജിലേക്ക് കടക്കാൻ ഇടയായി തരുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെയും ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ വചനം മുഴുവൻ കേട്ടു, അടുത്ത യൂക്രിസ്റ്റിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വിശ്വാസം ഏറ്റുപറയുകയാണ്. അപ്പോൾ ഈ വിശ്വാസം ഏറ്റു പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് വളരെ പവർഫുൾ ആണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മളൊരു 10 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ ആ കെട്ടുകൾ അടിയെന്നൊക്കെയാണ് നമ്മൾ സഭ പഠിപ്പിക്കുന്നത് തന്നെ. എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇപ്പോൾ ചില രോഗാവസ്ഥകളാണ്, അല്ലെങ്കിൽ ചില സാമ്പത്തിക തകർച്ചകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളായിരിക്കാം. നമ്മൾ മുട്ടുകുത്തിയിട്ട് ഒരു 10 പ്രാവശ്യം വിശ്വാസ പ്രമാണം ഉറക്കെ ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം കെട്ടുകൾ അഴിയും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുള്ളായ ഒരു പ്രയറാണ് വിശ്വാസ പ്രമാണം. അതൊരു പ്രയറായിട്ടാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫെയ്ത്ത് ഉണ്ട്. ആ ഫെയ്ത്തിലൂടെ തന്നെ ഒരു ഭയങ്കരമായ ഒരു ഒരു വിശ്വാസം നമ്മൾ ഏറ്റുപറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും.
നീ രക്ഷപ്പെടും, നിന്റെ പ്രതിസന്ധി തരണം ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞാൽ അത്രയും ഒരു പവറാണ് യഥാർത്ഥത്തിൽ ആ ഏറ്റുപറച്ചിലൂടെ തന്നെ നമുക്ക് കർത്താവ് നൽകാൻ ഇടയായി തരുന്നത്. അതുകൊണ്ട് എന്താണ് ഏറ്റു പറയേണ്ടത്, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്രീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദ മോസ്റ്റ് ഒതന്റിക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ഹോളി ചർച്ച് ആണ് എന്ന് പറഞ്ഞാൽ അത്രയും ഒതന്റിക് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം. ഞങ്ങളുടെ സത്യവിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്രമാണമാണ്. അതുകൊണ്ട് സിറേക്കിൽ പറഞ്ഞിരിക്കുന്നത് ഹൈമോനോസോദ് ത്രേസാർ ശുഭഹോ, സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസം ഉണ്ടോ, സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസം എന്നാണ് നമ്മുടെ സഭ അതിനെ പഠിപ്പിക്കാനിടയായി തീരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത്രയും ഇനി അതിനകത്ത് ഒരിക്കലും ഒരു ഏറ്റക്കുറച്ചിലൊന്നുമില്ല, അത്രയും അത് കറക്റ്റായിട്ട് എഴുതി ഇനി അതിന് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല എന്ന രീതിയിൽ നമ്മളത് അങ്ങനത്തെ അടച്ചുപൂട്ടി സീല് വെച്ചതൊരു സാധനമാണ് വിശ്വാസ പ്രമാണം. അപ്പോൾ ആദ്യ പിതാക്കന്മാർ നമുക്കറിയാം ആ ഒരു പ്രമാണം എഴുതപ്പെട്ടത് AD 325 നിക്യാ സുന്നകദോസ് കുടുംബ സമയത്താണ് അല്ലേ. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ആരംഭം എന്ന് പറഞ്ഞിരിക്കുന്നത് അന്ന് അത് അവിടെ നിലനിന്നിരുന്നതായ വിശ്വാസ പ്രമാണം സഭാപിതാക്കന്മാരെടുത്ത് അത് സീല് ചെയ്യുകയായിരുന്നു. ഇതാണ്, ഇതിൽ ഇനി മാറ്റമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ അവിടെ ഓൾറെഡി നിലവിലുള്ള കാര്യമാണ് അന്ന് എടുത്ത് അവർ സീൽ ചെയ്ത് ഇനി ഇതിൽ മാറ്റം വരുത്താൻ പറ്റത്തില്ല. കാരണം മാറ്റം വരുത്താനുള്ള പല പല മേഖലകൾ അവിടെ തുറക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ മാറ്റം വരുത്തുന്നില്ല എന്ന് പറഞ്ഞുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനമായിരുന്നു നിക്യ സുന്നകോസിൽ നടന്നത്. അതിൻ്റെ കുറച്ചുകൂടെ ഒരു വേരിയൻ്റ് ആയിട്ട് നമ്മൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അഡീഷണൽ ആയിട്ട് കുറച്ച് പാരഗ്രാഫുകളോ അല്ലെങ്കിൽ കുറച്ച് സെൻറ്റൻസുകളൊക്കെ ഒരു പക്ഷേ അടുത്ത് വരുന്ന സുന്നകദോസുകളിൽ എഫേസോസിലും അതോടൊപ്പം തന്നെ കോൺസ്റ്റാന്റോപ്പിൾ സുന്നകദോസിലൊക്കെ കുറച്ച് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ എന്നാലും ഒരു കാതലായ മാറ്റങ്ങൾ വരുന്നില്ല. അങ്ങനെ ആഡ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ കാലഘട്ടങ്ങളിൽ വീണ്ടും ഉണ്ടായ ഒത്തിരി തെറ്റായ ചിന്തകളും പഠിപ്പിക്കലുകളും കടന്നതുകൊണ്ടാണ് അതിനകത്ത് വീണ്ടും ഒന്നോടെ ഒന്ന് ഉറപ്പിക്കുകയായിരുന്നു അത് കാരണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രീഡ് അപ്പോൾ ഒരു വിശ്വാസ പ്രഖ്യാപനം, വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രമാണമായിട്ടങ്ങ് മാറ്റുന്നു. ആ ക്രീഡ് എന്ന ലാറ്റിൻ വേർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു വിശ്വാസത്തിന്റെ വാചിക രൂപം എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വിശ്വാസം എന്താണോ അത് നമ്മുടെ വാക്കിലൂടെ പ്രകടമാക്കുന്നതാണ് ക്രീഡോ എന്നൊക്കെയുള്ള വാക്കിൽ നിന്ന് ഉത്ഭവിക്കാൻ ഇടയായി തീരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി ബാപ്റ്റിസത്തിന്റെ ഒക്കെ ഏറ്റവും നമ്മുടെ സഭയിലെ ഏറ്റവും ഫസ്റ്റ് കൂദാശകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ബാപ്റ്റിസമാണ്, വിശുദ്ധ കുർബാന. അതോടൊപ്പം തന്നെ കാരണം ക്രിസ്തു സ്ലീഹന്മാരെ അയക്കുമ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഇത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്നിട്ട് ലോകം മുഴുവൻ പോകുക, പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധ റൂഹായുടെ നാമത്തിൽ നിങ്ങൾ സ്നാനം നൽകുക, വിശ്വസിക്കുന്നവരുടെ കൂടെ ദൈവത്തിന്റെ അടയാളം ഉണ്ടായിരിക്കും, വിശ്വസിക്കുന്ന രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അവരെ ഏൽപ്പിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ സ്നാനം നൽകുക, ബാപ്റ്റൈസ് ചെയ്യുക എന്നുള്ളതായ ഒരു റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കൂദാശ എന്ന് വേണമെങ്കിൽ ഒരു അപ്പോസ്തോലിക സഭകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോസ്തലന്മാരെ പ്രാവർത്തികമാക്കുന്നതാണ്. കാരണം വിശുദ്ധ കുർബാന ഓൾറെഡി കർത്താവ് സ്ഥാപിച്ചു. അതിനുശേഷം ഒരു മാമോദീസ സ്ലീഹന്മാർ പിന്നീട് ലോകം മുഴുവൻ പോയി ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. അപ്പോൾ ആ ഒരു വിശ്വാസ പ്രമാണത്തിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, വിശ്വാസം സ്വീകരിച്ചവരെല്ലാം അപ്പോസ്തലന്മാരുടെ അടുക്കിലേക്ക് വന്നു, അവർ വിശ്വാസം ഏറ്റുപറഞ്ഞു, വിശുദ്ധ മാമോദീസ സ്വീകരിച്ചു. അപ്പൊ അവിടെ പറയുന്നത് വിശുദ്ധ മാമോദീസ സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് വിശ്വാസം ഏറ്റു പറഞ്ഞതിന് ശേഷം മാമോദീസ സ്വീകരിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ ക്രൈസ്തവ സഭയിൽ തന്നെ വിശ്വാസം ഏറ്റു പറയുന്ന ഒരു രീതിയാണ് ഇത്. ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് തോട്ട് മാത്രമല്ല, കാരണം ഇത് ഓൾഡ് ടെസ്റ്റ്മെന്റിലും കാണാൻ സാധിക്കും. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഇങ്ങനെയുള്ള വിശ്വാസം ഏറ്റുപറയുന്ന ഒരു രീതികൾ ആഴപ്പെട്ട് കിടപ്പുണ്ട്. കാരണം പല രീതിയിലുള്ള ചിന്തകളൊക്കെ കടന്നു വരുമ്പോൾ അതിൽ നിന്ന് വിഭിന്നമായിട്ട് നമ്മുടെ ആരാധനയെ, വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ക്രമീകരണം ചെയ്യുന്നത്. കാരണം ഇപ്പം ഏറ്റവും ഫേമസ് ആയി നൽകി ലോകത്തിലെ ഏറ്റവും ശക്തമായ 3 മതങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അബ്രഹാമിയ മതങ്ങളാണ് അല്ലേ. നമുക്കറിയാം 3 റിലീജിയസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഒന്ന് ക്രിസ്ത്യാനിറ്റി, ജൂഡയിസം, അതോടൊപ്പം തന്നെ ഇസ്ലാം. ഈ 3 മതങ്ങളുടെയും റൂട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം അബ്രഹാമിലേക്കാണ് ചെന്നെത്തുന്നത്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു കൊടുത്ത ഒരു അബ്രഹാമിലേക്കാണ് ഈ 3 റിലീജിയൻ വന്ന് എത്തുന്നത്. പിന്നീട് ആ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിലും ആശയങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നതുകൊണ്ടാണ് 3 വിഭിന്ന ഭാഗങ്ങളായിട്ടൊക്കെ അത് 3 മതങ്ങളായിട്ടൊക്കെ മാറാനിടയായി തീരുന്നത്. അതിന് ഏറ്റവും ഫണ്ടമെന്റലായി 3 മതങ്ങളുടെ അടിത്തറ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏക ദൈവ വിശ്വാസമാണ്. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും ഫസ്റ്റ് കാതൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏക ദൈവ വിശ്വാസം. വി ആർ ബിലീവിങ് ഇൻ വൺ
ട്രൂ ഗോഡ്. നമ്മൾ ഫസ്റ്റ് വിശ്വാസം പറഞ്ഞത് ഞങ്ങൾ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ സത്യദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഹീസ് ദ ക്രിയേറ്റർ ഓഫ് ദ ഓൾ തിങ്സ്, ദ ഓൾ വേൾഡ്. സകലത്തെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ അത് ഓൾഡ് ടെസ്റ്റമെന്റിൽ നിന്ന് ഉള്ള ഒരു യഥാർത്ഥമായ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് നമുക്ക് ഈ വിശ്വാസ പ്രമാണത്തിന്റെ ഫസ്റ്റ് സ്റ്റാൻസായിൽ നമുക്ക് കാണാൻ തക്കവണ്ണം സാധ്യമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ന്യൂ ടെസ്റ്റ്മെന്റ് ക്രീഡ് എന്ന് പറയുമ്പോൾ അത് ന്യൂ ടെസ്റ്റ്മെന്റ് കാലഘട്ടങ്ങൾ മാത്രം ഉണ്ടാക്കിയെടുത്ത ഒന്നല്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ക്രീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒറ്റ നിമിഷം കൊണ്ട് ഈ 318 പിതാക്കന്മാർ നിക്കായിൽ കൂടി അവർ അന്നേരം ആലോചിച്ച് എഴുതി ചേർത്ത ഒന്നല്ല, മറിച്ച് ആ കാലഘട്ടങ്ങളിൽ തന്നെ നിലനിന്നിരുന്നതായ വിശ്വാസത്തിന്റെ ഒരു ഒരു ക്രോഡീകരണം മാത്രമാണ് അന്ന് അവിടെ നടത്തപ്പെടാൻ ഇടയായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റാൻസിലേക്ക് നമുക്ക് കടക്കാൻ ഇടയായി തീരുമ്പോൾ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു എങ്ങനെയുള്ള ദൈവത്തിലാണ്? ഏക ദൈവത്തിൽ. അപ്പോ ഒരുപാട് ദൈവങ്ങളുള്ള ബഹു ദൈവ വിശ്വാസങ്ങളൊക്കെ ചുറ്റുപാടുകളിൽ ആഴപ്പെടുമ്പോൾ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഞങ്ങൾ ഏക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ വിശ്വാസം ആ ഒറ്റ ദൈവമേ ഉള്ളൂ. അവിടെ എല്ലാത്തിൻ്റെയും കാരണം ഇപ്പോൾ മറ്റു മതങ്ങൾ, ഇപ്പോൾ ഒരു ഹിന്ദു റിലീജിയനിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പല മതങ്ങളിൽ അല്ല പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പൗലോസ്ലീഹയുടെ കാലഘട്ടം, പൗലോസ്ലീഹയാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനിറ്റിയെ ഡെവലപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ലോകം മുഴുവൻ ഓടി നടന്നത്. അദ്ദേഹത്തിന്റെ ഓട്ടത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ചെലവഴിച്ചത് ഗ്രീക്ക് കൾച്ചർ നിലനിന്നിരുന്നതായ, ഗ്രീക്ക് വിശ്വാസം നിലനിന്നിരുന്നതായ ഒരു സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഫേസ് ചെയ്തത് ഇങ്ങനെ പല ദൈവവിശ്വാസങ്ങൾ നിലനിന്നതായ ഇടയിലേക്ക് ചെന്ന് ഒറ്റ ദൈവമേ ഉള്ളൂ എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ അതിന്റെ 6-ാം അധ്യായത്തിൽ അല്ലേ, ഒന്ന് വരുന്നതാന്ന് തോന്നുന്നു, ഒറ്റ മിനിറ്റ്, 8-ാം അധ്യായത്തിൽ, 1 കൊരിന്ത്യർ 8-ാം അധ്യായം, അവിടെ 5 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം നമുക്ക്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണ സാധനങ്ങളെ പറ്റിയാണെങ്കിൽ ലോകത്തിൽ വിഗ്രഹമൊന്നും ഇല്ല എന്നും ഏക ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ആളാ ഗ്രീക്ക് സംസ്കാരത്തിനിടയിലേക്കാണ് പൗലോസ്ലീഹ ഇറങ്ങി ചെന്നുകൊണ്ട് പറയുകയാണ് നമുക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ. പിന്നെന്ന് പറഞ്ഞിരിക്കും ഇങ്ങനെയാണ്, ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവർ ആകാശത്തിലും ഭൂമിയിലും ഉണ്ടെന്നിരിക്കട്ടെ, അങ്ങനെ പല ദേവന്മാരും നാഥന്മാരും ഉണ്ടല്ലോ. ഉണ്ടോ? അപ്പോൾ ഒരു റിയാലിറ്റി പറയുകയാണ്, ദർ എക്സിസ്റ്റ് ലോട്ട് ഓഫ് ഗോഡ്സ്. ഉണ്ടോ? അപ്പോൾ അവിടെ ഓൾറെഡി അങ്ങനെ ഒരു സത്യങ്ങളും അതുമായി ബന്ധപ്പെട്ടതായ വിശ്വാസങ്ങളും ഫിലോസഫികളൊക്കെ ഒത്തിരി ഡെവലപ്പായി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് കടന്നു നിന്നുകൊണ്ട് പറയുകയാണ്, അങ്ങനെ പല ദൈവങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ, എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു നമുക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ഉണ്ടോ? ഉണ്ടോ? എങ്കിലും നമുക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആരാണോ സർവ്വം സൃഷ്ടിച്ചത്, ആർക്ക് വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവായ കർത്താവ് മാത്രമേ നമുക്കുള്ളൂ. ആരിലൂടെയാണോ സർവ്വം ഉളവായത്, ആരിലൂടെയാണോ നിലനിൽക്കുന്നത്, ആ യേശുക്രിസ്തു മാത്രം. അപ്പൊ അവിടെ പിതാവിലും പുത്രനിലും ഉള്ളതായ വിശ്വാസം പൗലോസ്ലീഹ ഏറ്റു പറയുകയാണ്. ഒന്ന്, ദ ക്രിയേറ്റർ ഗോഡ്. അതാണ് നമ്മൾ ഫസ്റ്റ് വിശ്വാസ പ്രമാണത്തിന്റെ ഫസ്റ്റ് സ്റ്റാൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, സകലത്തെയും സൃഷ്ടിച്ച എന്ന് തുടങ്ങുന്നതായ പ്രാർത്ഥന. അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാം, അതുകൂടി നമുക്കൊന്ന് ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടെ ഒരു ക്ലിയർ ആയ ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്തിലാണ്? ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ. ഞങ്ങൾ ഏക ദൈവ വിശ്വാസത്തിലാണ്. ഞങ്ങൾക്ക് പലപ്പോഴും ക്രിസ്ത്യാനിയെ കുറിച്ചൊക്കെ ഇന്ന് പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, നിങ്ങൾ എത്ര ദൈവങ്ങളുണ്ട് നിങ്ങൾക്ക്? അപ്പോൾ പലപ്പോഴും ഉത്തരം മുട്ടിപ്പോകുന്ന മേഖല ചോദ്യമാണ്. അപ്പോൾ നമ്മൾ പറയും പിതാവുണ്ട്, പിന്നെ പുത്രനുണ്ട്, പരിശുദ്ധ റൂഹായുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം, അപ്പോൾ നിങ്ങൾ 3 ദൈവത്തിലാണോ വിശ്വസിക്കുന്നത്? അല്ല, 3 ദൈവത്തിലല്ല, ഞങ്ങൾക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ. അപ്പോൾ 3ഉം കൂടെ ചേർന്നിരിക്കുന്നതായ ഒരു ദൈവത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അതിന് കൃത്യമായൊരു ആൻസർ എങ്ങനെ വിശദീകരിക്കണം പലപ്പോഴും ബുദ്ധിമുട്ടി പോകാറുണ്ട്. പക്ഷേ അത് തന്നെ ഒരു മിസ്റ്റേക്കിലാണ്. കാരണം ദൈവത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായി നമുക്ക് ഡെഫിനേഷൻ ചെയ്തുകൊണ്ട് പറയാൻ പറ്റത്തില്ല. അത് ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. പത്രോസ്ലീഹായോട്
കർത്താവ് തന്നെ തിരിച്ച് ചോദിക്കുന്ന അല്ലെങ്കിൽ മറുപടി പറയുന്ന ഒരു കാര്യമാണ്. എന്നെക്കുറിച്ച് ലോകം എന്താണ് പറയുന്നത്? കർത്താവ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. അന്നേരം പത്രോസ് പറയുന്നു, നിന്നെക്കുറിച്ച് പല രീതിയിൽ കമന്റുകൾ പറയുന്നുണ്ട്. നീ ഒരിക്കലും നീ ഒരു ഏലിയ പ്രവാചകനാണ് എന്ന് പറയുന്നത്. കുറെ പേരൊക്കെ നിന്നെ സ്നാപയോഹനാരുടെ അതിൽ കാണുന്നുണ്ട്. നീ ഒത്തിരി മിറക്കിൾസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നീ ഒരു മിറക്കിൾ വർക്കറാണ്, അല്ലെങ്കിൽ ഒരു പ്രവാചകനാണ്. പിന്നെ അങ്ങനെയുള്ള പല പല കമന്റുകളാണ് നിന്നെക്കുറിച്ച് ആളുകൾ പറയുന്നത്. അന്നേരം കർത്താവ് പത്രോസിനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ശരി, ഓക്കെ, ആളുകൾ അങ്ങനെ പല കമന്റുകളും പറയുമായിരിക്കും, പക്ഷെ നിങ്ങൾ എന്താണ് എന്നെക്കുറിച്ച് പറയുന്നത്? അന്നേരം പത്രോസ് കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട്. യു ആർ ദ സൺ ഓഫ് ലിവിങ് ഗോഡ്. യു ആർ ദ മെസ്സിഹ. നീ മെസ്സിഹയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. വി ബിലീവ് ദാറ്റ്. ഐ ബിലീവ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മെസ്സിഹയാണെന്ന് വിശ്വസിക്കുന്നു. അത് പറഞ്ഞപ്പോൾ കർത്താവ് അവനോട് പറയുന്ന മറുപടി ഇങ്ങനെയാണ്. നീ ഇന്നലെ വായിച്ച പുസ്തകത്തിൽ നിനക്ക് മനസ്സിലായതല്ല. ഉം. അല്ലെങ്കിൽ ഇന്നലെ എഴുതിയ ഫിലോസഫി വായിച്ചപ്പോൾ നിനക്ക് മനസ്സിലായ കാര്യങ്ങളല്ല ഇത്. മറിച്ച് പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് മാത്രമാണ് നിനക്ക് മനസ്സിലായി തരുന്നത്. ഇറ്റ് ഈസ് ഓൺലി ത്രൂ ദ റെവലേഷൻ ഓഫ് ദ ഫാദർ ഗോഡ്. അതർവൈസ് യു കനോട്ട് സേ ദാറ്റ് ഐ ആം ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിൽ, അപ്പോൾ ഫസ്റ്റ് കമാൻഡ്മെന്റ് അല്ലെങ്കിൽ അത് യേശു ക്രിസ്തുവിലേക്ക് നോക്കിയിട്ട് നീ ദൈവമാണെന്ന് പറയാൻ സാധിക്കണമെങ്കിൽ അതിലൊരു പ്രത്യേക ഗിഫ്റ്റ്, ഒരു ഒരു റെവലേഷൻ ആവശ്യമാണ്. അപ്പൊ അതില്ലാത്തടത്തോളം കാലം ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു മിസ്റ്റിക്കൽ എലമെന്റ് നമ്മുടെ വിശ്വാസത്തിന്റെ മേലെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുകയാണ്, അങ്ങനെ ഒത്തിരി ദൈവങ്ങളുള്ള സങ്കല്പങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടല്ലോ, എന്നാൽ നമുക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആരാണോ സകലവും സൃഷ്ടിച്ചത്, ആരിലൂടെയാണോ സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, ആ ഒരേ ഒരു പിതാവാം ദൈവത്തിലും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അങ്ങനെ ഒത്തിരി ചുറ്റുപാടുകളിൽ ദൈവങ്ങൾ, ഒത്തിരി ഒത്തിരി ദൈവിക സങ്കല്പങ്ങളും ആശയങ്ങളും ഫിലോസഫികളൊക്കെ നിലനിൽക്കുന്നതിനിടയിൽ സങ്കർപ്പോടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. വി ബിലീവ് ഇൻ വൺ ട്രൂ ഗോഡ്. അവിടെ എക്സോഡസ് ചാപ്റ്റർ 20 വേഴ്സ് 1-11 അല്ലെങ്കിൽ 1-4 വായിക്കുമ്പോഴും അത് പഴയ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് നൽകുന്നതായ വലിയൊരു കമാൻഡ്മെന്റ് ആണ്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ഐ ആം ദ ഗോഡ് ഓഫ് യു. അപ്പോൾ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഞാനല്ലാതെ വേറൊരു ദൈവസങ്കല്പങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിൽ വെള്ളത്തിലോ ഉള്ള യാതൊന്നിന്റെയും പ്രതിമ ഉണ്ടാക്കുകയോ അവയെ ആരാധിക്കുകയോ വണങ്ങുകയോ ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ ഞാനല്ലാതെ നിങ്ങളുടെ ഇടയിൽ ദൈവമായിട്ട് വേറൊന്നും പാടില്ല. ഇപ്പോൾ നിങ്ങൾ ഒരു വിഗ്രഹം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു രൂപം ഉണ്ടാക്കുന്നല്ല, അതൊരിക്കലും നിങ്ങളുടെ ദൈവമായിട്ട് മാറരുത്. ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ മാത്രമേ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. അപ്പോൾ ഇസ്രായേൽ ജനം എവിടെ പോയാലും അവരെ അത് ഏറ്റവും കൂടുതൽ കീപ്പ് ചെയ്യുന്നത് അതാണ്. ഞങ്ങൾക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ, യഹോവയായ ദൈവം മാത്രം. അതിലൊന്നും ഒരിക്കലും ഞങ്ങൾ മാറത്തില്ല. പലപ്പോഴും ഇസ്രായേൽ ജനത്തെ കുറിച്ചൊക്കെ പറയുന്നത് അവർ പരാജയപ്പെട്ടു പോകുന്നു, അവർ പെട്ടെന്ന് വീണു പോകുന്നു. അതിന്റെ മെയിൻ കാരണമായിട്ട് പ്രവാചകന്മാരെല്ലാം എടുത്തു കാണിക്കുന്നത് ദേ ആർ ഗോയിങ് എവേ ഫ്രം ദ റിയൽ ഓർ ട്രൂത്ത് ഫെയ്ത്ത്. അവര് മറ്റു പല ദൈവങ്ങളിലേക്കും ബാബിലോണിലേക്ക് പോയപ്പോൾ ബാബിലോൺ ദൈവങ്ങളിലേക്ക് അവരുടെ ചിന്തകൾ മാറിപ്പോയി. ആ വിഗ്രഹങ്ങളെ കണ്ടപ്പോൾ അവരെ നിർബന്ധപൂർവ്വം അവർ ആരാധിക്കാൻ പ്രേരിപ്പിച്ചപ്പോൾ അവരതിന് മുട്ടുമടക്കി. അതോടുകൂടി അവർ തകർന്നു പോകാനിടയായി തീർന്നു. ഇങ്ങനെ പറയുന്ന ഒരു റീഡിങ്സും അല്ലെങ്കിൽ മെസ്സേജുകളുമാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത് യഹൂദന്മാരുടെ വിശ്വാസത്തിന്റെ അടിത്തറ എന്ന് പറഞ്ഞിരിക്കുന്നത് അവർ പറയുന്നത് സ്മാ, അല്ലെങ്കിൽ സ്മാ പ്രാർത്ഥന, അങ്ങനെയൊക്കെ വീടാണ് ഉപയോഗിക്കുന്നത്. കാരണം ഒരു ഏറ്റുപറച്ചിലാണ്. കേൾക്കുക, അല്ലെങ്കിൽ ആ വിശ്വാസം ഏറ്റുപറയുകയാണ്, ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. നമ്പേഴ്സ് അത് പിന്നീട് സംഖ്യാപുസ്തകത്തിലും അതോടൊപ്പം തന്നെ ആവർത്തന പുസ്തകത്തിലും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ കാണാൻ സാധിക്കും. സംഖ്യാപുസ്തകം 15-ാം അധ്യായം 37 മുതൽ 41 വരെയുള്ള വചനഭാഗങ്ങളിൽ ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ വേറൊരു ദൈവസങ്കല്പം നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 45-ാം വാക്യത്തിലും 11-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ വേറൊരു ദൈവസങ്കല്പവും നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. ഉണ്ടോ? അപ്പൊ പഴയ നിയമത്തിന്റെ ഏറ്റവും അടിത്തറയാണ് ഈ ഒരു വിശ്വാസം പ്രഖ്യാപനം. ഇനി യഹൂദന്മാരുടെ എല്ലാ പെരുന്നാളുകളും നോക്കിക്കോ. അവരുടെ ഈവൻ പെസഹ പെരുന്നാൾ, കർത്താവ് പോലും പെസഹ പെരുന്നാൾ ആഘോഷിച്ചു. എന്താണ് പെസഹയുടെ അർത്ഥം? ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന്
ആ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഇടപെട്ട് അവരെ വിമോചിപ്പിച്ചതിന്റെ ഒരു അടയാളമായിട്ട് കണ്ടോ, ചരിത്രത്തിൽ ഇടപെട്ട ദൈവത്തിന്റെ കരങ്ങളെ ഓർക്കാൻ വേണ്ടി അവർ ആഘോഷിക്കുന്നതാണ് പെസഹ പെരുന്നാള് എന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാ പെരുന്നാളുകളും ഓർമ്മപ്പെടുന്ന ഒന്നാണ്, ഇതാ ഞങ്ങൾക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അവൻ ഞങ്ങളുടെ കൂടെ നടന്നവനാണ്, അവൻ ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങൾ വിജയിപ്പിച്ചവനാണ്, ഞങ്ങളെ താങ്ങിയവനാണ്. കണ്ടോ, മരുഭൂമിയിൽ കൂടെ നടന്നപ്പോൾ ഇതാ മന്നായും കാടപ്പക്ഷിയും നൽകി. ഇതാ പകൽക്കാലങ്ങളിൽ അഗ്നിസ്തംഭമായിട്ടും രാത്രികാലങ്ങളിൽ അഗ്നിത്തൂണുകളുമായിട്ടും കൂടെ നടന്നവനാണ് ഞങ്ങളുടെ ദൈവം. ഞങ്ങൾ ഇന്നും വിളിച്ചാൽ ഞങ്ങളുടെ കൂടെ ഉള്ളവനാണ്. അതുകൊണ്ട് എല്ലാ പെരുന്നാളുകളെല്ലാം പ്രഖ്യാപിക്കുന്നത് ആ ഒരു വിശ്വാസത്തിന്റെ ഒരു വലിയ ബഹിഷ്കരണമാണ്. അതുകൊണ്ട് തന്നെ ഓരോ പ്രഖ്യാപനങ്ങളായിരുന്നു യഹൂദന്മാരുടെ എല്ലാ പെരുന്നാളുകളും. അപ്പൊ അതെല്ലാം ഒരു ഉയർത്തിരിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഏക ദൈവ വിശ്വാസത്തിലേക്ക്. അതുകൊണ്ട് തന്നെ വിശ്വാസ പ്രമാണം ന്യൂ ടെസ്റ്റമെന്റിലേക്ക് കടക്കാനിടയെ തീരുമ്പോഴും ഈ പത്രോസ് പൗലോസ് ലിഹന്മാരെല്ലാം ഏറ്റു പറഞ്ഞിട്ട കാര്യമേ ഉള്ളൂ. അതിൽ കുറച്ചുകൂടെ എന്താണ്, ആഹ് അതിനെ കുറച്ചുകൂടെ വെളിപ്പെടുത്തലാണ്. അത് ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രൻ ഉണ്ടോ, ആ ദൈവപുത്രനിലേക്ക് നോക്കിയപ്പോൾ പിതാവിനെ തന്നെയാണ് ഞങ്ങൾ കണ്ടത്. യേശുക്രിസ്തു പലപ്പോഴും തന്റെ ആ പ്രസംഗത്തിലെല്ലാം ഏറ്റുപറഞ്ഞ കാര്യമാണ്, ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. ഞാനും പിതാവും ഒന്നാണ്. ഇടയ്ക്ക് പത്രോസ് അല്ലെങ്കിൽ മറ്റ് സ്ലീഹന്മാരെല്ലാം ഇടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, കർത്താവ് പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരാവോ? യോഹന്നാന്റെ സുവിശേഷത്തില് 14-ാം അധ്യായത്തിലാണ് അവിടെ ചോദിക്കുന്നത്. 14-ാം അധ്യായത്തിൽ 4 മുതലുള്ള വാക്യങ്ങളിൽ, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്ക് അറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾക്ക് എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. അപ്പോൾ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത്ര മതി. ഉം. നമ്മുടെ ആരാധന തന്നെയാണ് ദൈവത്തെ കാണാൻ പറ്റുക, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ പറ്റുക. ആ പിതാവിനൊന്ന്, ദൈവത്തെ ഒന്ന് കണ്ടാൽ നമുക്കെല്ലാം പൂർണ്ണമായിട്ട് മാറി. എന്തായാലും കർത്താവ് തിരിച്ചു മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എന്ത്? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? അപ്പോ സ്ലിഹന്മാർ പോലും ആകപ്പാടെ ഇങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ്. ഇതിപ്പോ അത്രയും കാലഘട്ടം മുഴുവൻ യഹൂദ പ്രമാണം കയ്യിലിരിക്കുകയാണ്, ഒറ്റ ദൈവമേ ഉള്ളൂ. ഇവനാണെന്ന് പറയുകയാണ്, ഇപ്പോൾ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ഇതാ ഞാനാണ് ദൈവം എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇടയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ എങ്കിലും ഒരു ശകലം ബുദ്ധിമുട്ടാണെങ്കിൽ എന്നാൽ പിതാവിനെ ഞങ്ങൾ കാണിച്ചതാ, അതാണല്ലോ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കർത്താവ് തിരിച്ച് മറുപടി പറയുന്ന കാര്യമാണ്, ഇത്രയും കാലം കൂടെ നടന്നിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ല, എന്നെ കാണുന്നവൻ പിതാവിന് തന്നെയാണ് കാണുന്നത്, ഞാനും പിതാവും അത് തന്നെയാണ്. അതുകൊണ്ട് ഇത് ഇത് അപ്പോൾ ഒരു ഇൻകാർണേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ പിതാവിന്റെ ഒരു അവതാരം അല്ലെങ്കിൽ മനുഷ്യാവതാരം, ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ് പുത്രൻ തമ്പുരാൻ. അതുകൊണ്ട് പുത്രൻ തമ്പുരാനെ കാണുന്നവൻ പിതാവിനെ മുഴുവൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പെന്തക്കൊസ്തയുടെ ആ ശുശ്രൂഷകളെല്ലാം കാണുന്നത്, ആ സത്തയിൽ അവർക്ക് യാതൊരു വ്യത്യാസവുമില്ല. പിതാവ് എന്ന് പറഞ്ഞാൽ പുത്രനും പരിശുദ്ധാത്മാവും അതിലുണ്ട്. പുത്രൻ എന്ന് പറഞ്ഞാൽ ആ, പിതാവും പരിശുദ്ധ റൂഹായും അതിലുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാലും പിതാവും പുത്രനും അതിൽ തന്നെയുണ്ട്. കണ്ടോ, അപ്പോൾ ഏതെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മൂന്നും അതിൽ തന്നെ ഉണ്ട്. അത് ഒരിക്കലും മാറ്റി നിർത്താനോ വേർപെടുത്താനോ സാധിക്കുകയില്ല എന്ന് പിതാക്കന്മാർ പിന്നീട് വലിയ പ്രാർത്ഥനകളൊക്കെ എഴുതിയപ്പോൾ അത് അത്രയും ആഴത്തിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിതാവിനെ കാണണമെങ്കിൽ പുത്രനെ കണ്ടാൽ മാത്രം മതി എന്ന് കർത്താവ് പഠിപ്പിക്കുക. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് കടന്നു വരാനിടയെ തരുമ്പോൾ നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്, ഞങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. യേശുക്രിസ്തു ഹീസ് ദ റിയൽ പ്രസന്റേഷൻ ഓഫ് ദ ഹോളി ഫാദർ. അതുകൊണ്ട് തന്നെ ആ പിതാവിനെ മുഴുവൻ കാണിച്ചു തരുന്നതാണ് പുത്രൻ. ഇന്നലകൾ വരെ ആ പിതാവ് ദൈവം ആരാണെന്ന്, ഇപ്പോൾ അബ്രഹാം അല്ലെങ്കിൽ മോസസ് ആണ് ദൈവത്തെ കണ്ട ഒരു മനുഷ്യൻ. മോസസ് മലയിൽ പോയി 40 വർഷം അല്ലെങ്കിൽ 40 ദിവസം വലിയ പ്രാർത്ഥന ചെലവഴിച്ചപ്പോഴാണ് പിതാവിനെ കണ്ടിട്ടില്ല. കർത്താവ് അവൻ കാണിക്കുന്നതാണ്, ഞാൻ നിന്റെ അടുത്തൂടെ പോകും, നീ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നീ ആ പാറകളുടെ ഇടയിൽ പോയി ഒളിച്ചിരിക്കുക, ഞാൻ നിന്റെ അടുത്തേക്ക് കിടന്നു പൊക്കോളാം. അപ്പോൾ അങ്ങനെ മാത്രമേ മോസസ് പോലും കാണുന്നുള്ളൂ. അപ്പൊ പിതാവിന്റെ പ്രകാശം മാത്രമേ കാണുന്നുള്ളൂ. ഏലിയാവും വളരെ ശക്തമായ ഒരു വലിയ പ്രാർത്ഥന നടത്തുന്ന മനുഷ്യനാണ്, പക്ഷേ ഏലിയാവിന് ഇത് ഡയറക്റ്റായിട്ട് ദൈവത്തെ കണ്ടതായിട്ടൊന്നും പറയുന്നില്ല.
ഉണ്ട്. അപ്പോൾ കാണാൻ പറ്റാത്ത ഒരു ദൈവത്തിന്റെ ഇടയിൽ കാണാൻ പറ്റുന്ന ഒരു രൂപമാണ് പുത്രൻ. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ, അതാണ് നമ്മൾ ആദ്യം വായിച്ചത്, ലോകത്തെ അത്രമാത്രം ദൈവം സ്നേഹിക്കുന്നു, ലോകത്തിലെ ഓരോ മനുഷ്യനെയും ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നു. അതുകൊണ്ട് മനുഷ്യന് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ഇറങ്ങി വന്നവനാണ് പുത്രൻ തമ്പുരാൻ. അതുകൊണ്ട് നമ്മുടെ യഥാർത്ഥമായ ഒരു വിശ്വാസമാണ് ആ ഒരു ക്രിയ അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റോളജിയിലൂടെ ആ ട്രിനിറ്റിയിൽ ഒരു വിശ്വാസ പ്രഖ്യാപനം കൂടി നമ്മൾ നടത്താനിടയായി തരുന്നുണ്ട്. എങ്ങനെയാണ്? ഇൻ ദ നെയിം ഓഫ് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ നിങ്ങൾ സ്നാനം കൊടുക്കുക. അപ്പൊ ദൈവത്തിന്റെ നാമത്തിൽ സ്നാനം കൊടുക്കുക. നിങ്ങളെല്ലാം പഴയ നിയമത്തിൽ കാണുന്നത് എന്ത് ചെയ്യുമ്പോഴും ദൈവത്തിന്റെ നാമത്തിൽ ചെയ്യുക അല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ, ഇവിടെ കാണുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്ന ഒരു രീതി. ഇപ്പോൾ രക്ഷയിലേക്ക് കടക്കണമെങ്കിൽ യേശുവിലുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ആഴപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ എവിടെ പത്രോസ്ലീഹയുടെ ആദ്യത്തെ പ്രസംഗം ഇങ്ങനെയായിരുന്നു. ഏകദേശം 10,000-3000 പേര് കൂടിയ സമയത്ത് പത്രോസ് ഭയങ്കര രീതിയിൽ ഭയങ്കര തീഷ്ണതയോടെ ഒരു വലിയ വലിയ പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമമുള്ളൂ, അത് യേശു ക്രിസ്തു എന്ന നാമം മാത്രമാണ്. ഈ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വലിയൊരു വിശ്വാസ പ്രഖ്യാപനമാണ് നടത്താനിടയായിരുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ അതിന് 2-ാം അധ്യായത്തിൽ അവിടെയും കാണുന്നത്, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ അതിന്റെ 11 വരെയുള്ള വാക്യങ്ങൾ മുഴുവൻ കണ്ടാലും നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ഒരു വാക്കുകളിൽ ഏറ്റവും അവസാന വാക്യങ്ങൾ ഇങ്ങനെയാണ് കാണുന്നത്: ആകയാൽ ദൈവം അവനെ എല്ലാ നാമങ്ങൾക്കും ഉപരിയായിട്ട് ഉയർത്തി. ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിന്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലതും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ്. അപ്പൊ എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടിയിട്ടാണ് പിതാവാം ദൈവം പുത്രനെ ഉയർത്തിരിക്കുകയാണ്. അപ്പൊ പുത്രന് പിതാവിനോട് കൂടെ തന്നെ മഹത്വീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് യോഹന്നന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് വലിയൊരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. ഒരു പുരോഹിത പ്രാർത്ഥന എന്നൊക്കെയാണ് അവിടെ ആ പ്രാർത്ഥനയ്ക്ക് കൊടുത്തിരിക്കുന്നത്. മഹാപുരോഹിത പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന 17-ാം അധ്യായത്തിൽ. അവിടെയും ആ പ്രാർത്ഥന ഉള്ളടക്കം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏക സത്യദൈവമായ അവിടത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. 17-ാം അധ്യായം 3-ാം വാക്യത്തില്, അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നദ്ധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ നിന്നോട് കൂടെ ഉണ്ടായിരുന്ന അതേ മഹത്വം ഇപ്പോൾ ഈ ഭൂമിയിലേക്ക് നൽകി എന്നെ മഹത്വപ്പെടുത്തണം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആ പിതാവിന്റെ അതേ സത്തയിൽ തന്നെയാണ് യേശു ക്രിസ്തു ഉള്ളത് എന്ന വലിയ പ്രഖ്യാപനമാണ്. അപ്പോ ഒന്ന് രക്ഷിതാവും കർത്താവുമായിട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുക, അത് സഭ പഠിപ്പിക്കുന്ന അടിത്തറയിലുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ഇപ്പോൾ പിതാവും പുത്രനും തുല്യനാണ് അല്ലെങ്കിൽ സമനാണ്, അല്ലെങ്കിൽ പുത്രനെ കാണുന്നവൻ മുഴുവൻ പിതാവിനെ തന്നെയാണ് കാണുന്നത്. ഈ ഒരു യഥാർത്ഥമായ വിശ്വാസത്തിൽ നിന്ന് തെറ്റായി പഠിപ്പിക്കാൻ കുറച്ച് പിതാക്കന്മാർ ഇറങ്ങി വന്നു. ഓരോ സഭയിൽ അന്നത്തെ ഒരു മെത്രാപ്പോലത്തെയായിരുന്നു നമ്മുടെ അറിയൂസ് എന്ന് പറയപ്പെടുന്നതായ ഒരു മെത്രാപ്പോലത്ത. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഇഷ്ടംപോലെ അനുയായികളുണ്ട്, ആളുകൾ ഇഷ്ടംപോലെ അദ്ദേഹത്തിന്റെ ടോക്ക് കേട്ട് പുറകെ പോകുന്നുണ്ട്. അദ്ദേഹം പഠിപ്പിക്കാൻ തുടങ്ങി, ക്രിസ്തു പിതാവുമായിട്ട് ഒന്നല്ല. ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് ഹീസ് ഓൺലി എ ക്രിയേറ്റ് എന്നാണ്, ഒരു സൃഷ്ടി മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ച ഒന്നാണ് പുത്രൻ. അതുകൊണ്ട് പുത്രനും പിതാവും സമനല്ല എന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. കാരണം യേശു ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ക്രിയേറ്റർ അല്ല. അതുകൊണ്ട് തന്നെ അവർ ഒന്നല്ല എന്ന രീതിയിലേക്ക് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് സഭ കൂടി ഒരു നിക്ക സുന്നകോസ് എന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു സുന്നകോസ് കൂടിയിട്ട് അന്ന് ഏകദേശം ഒരു ജൂൺ മാസം തുടങ്ങിയിട്ട് ഏപ്രിൽ വരെ ഏകദേശം 3 മാസത്തോളം നീണ്ടു നിന്ന ഒരു വലിയ ഒരു ശുശ്രൂഷയായിരുന്നു നിക്ക സുന്നകോസ്. നമുക്കറിയാം ഈ വർഷം കഴിഞ്ഞ വർഷം 2025 എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു മെമ്മോറിയൽ വർഷമായിട്ട് നമ്മൾ ആചരിച്ചിരുന്നു. 325ന്റെ ഒരു മെമ്മോറിയൽ ആയിട്ട് AD 325-ലാണ് നിക്ക സുന്നകോസ് കൂടിയത്.
അപ്പോൾ അന്ന് എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ് അറിയൂസിന്റെ ആ ഒരു ചിന്ത പഠിപ്പിക്കൽ തെറ്റാണ്. കാരണം അവന്റെ സ്റ്റോക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ ഒരു സൃഷ്ടി മാത്രമായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വാസ പ്രമാണത്തിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ സെക്കൻഡ് പാരഗ്രാഫിൽ കാണാനിടയായി തരുന്നത് അത് കറക്റ്റ് ഉറപ്പിക്കുകയായിരുന്നു. പിതാവിന്റെ ഏകപുത്രനും ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വ ലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും. അവൻ ജനിച്ചവനാണ്. ഹീസ് ബോൺ. ഹി വാസ് ബോൺ ബട്ട് നോട്ട് ക്രിയേറ്റഡ്. പ്രകാശത്തിനുള്ളതായ പ്രകാശവും സത്യ ദൈവത്തിനുള്ളതായ സത്യദൈവവും. കാരണം പിതാവിന് എന്താണ്, പുത്രൻ എന്തുണ്ട്, ഒരു ജനനമുണ്ട്. അതുകൊണ്ടാണ് ഹീസ് ഇൻകാർണേറ്റഡ് ഇൻ ദിസ് വേൾഡ്. പിന്നെയോ ഇപ്പൊ സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും. അവിടെ ജനിച്ചവനാണ്, എന്നാൽ സൃഷ്ടി അല്ലാത്തവനും. നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുന്ന സമയത്ത് പലപ്പോഴും പല ആളുകളും തെറ്റിച്ചാണ് അത് വായിക്കുന്നത്. സൃഷ്ടി ഇല്ലാത്തവനെന്ന് ചൊല്ലാറുണ്ട്. സൃഷ്ടി ഇല്ലാത്തവനെന്നല്ല, സൃഷ്ടി അല്ലാത്തവനെന്നാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആ ഡിഫറൻസ് മനസ്സിലായി കാണും. ഹിസ് നോട്ട് ക്രിയേറ്റഡ്. ഹീസ് ബോൺ ഹിയർ ബട്ട് നോട്ട് ക്രിയേറ്റഡ്. ദൈവത്തിനൊരു സൃഷ്ടിയല്ല പുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് ഹീസ് ഫുള്ളി എന്താണ് വൺ ഇൻ ഇത് എന്നാ പറയുക, എസൻസിൽ പിതാവിനോടും ആ പിതാവിനോട് എല്ലാ രീതിയിലും പൂർണ്ണമായിട്ട് ഒന്നായിരിക്കുന്നവനാണ് പുത്രൻ തമ്പുരാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഹി വാസ് നോട്ട് എ ക്രിയേറ്റഡ് വൺ. അതുകൊണ്ട് അവൻ സൃഷ്ടി അല്ലാത്തവനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിശ്വാസപ്രമാണം ചൊല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ സൃഷ്ടി ഇല്ലാത്തവനെന്ന് ചൊല്ലരുത്, സൃഷ്ടി അല്ലാത്തവനാണ്. അവൻ സൃഷ്ടിക്കപ്പെട്ടവനല്ല. അപ്പോൾ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മനുഷ്യന്മാരെല്ലാം ദൈവത്തിന് സൃഷ്ടിയാണ്, അല്ലെങ്കിൽ ഈ ലോകത്തിലെ എന്തും സൃഷ്ടിയാണ്. അതെല്ലാം ദൈവം വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ വീണ്ടും മാറ്റാൻ പറ്റും. അതുകൊണ്ട് പുത്രൻ തമ്പുരാൻ ഒരിക്കലും സൃഷ്ടിയല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് അറിയൂസിന്റെ ആ ഒരു ചിന്തകൾക്കെതിരെ ശക്തമായിട്ടൊരു പ്രമാണം എഴുതി വയ്ക്കുകയാണ്. ഹി ഈസ് നോട്ട് എ ക്രിയേറ്റഡ് വൺ. പിന്നെയോ ജനിച്ചവനും സൃഷ്ടി അല്ലാത്തവനും സാരാംശത്തിൽ ഇൻ ദ എസൻസ് പിതാവിനോട് ഒന്നായിരിക്കുന്നവനും. ഒന്നായിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാ പറയുന്നത്, ഹീസ് കറക്റ്റ് ഇംഗ്ലീഷ് വേർഡ് എങ്ങനെയാണ്? ഹീസ് ഒന്നായിരിക്കുക, ഈ വൺനെസ് അല്ലേ, ഒന്നായിരിക്കുക. പക്ഷെ നമ്മൾ പലപ്പോഴും ചില ചില ട്രാൻസ്ലേഷനിലെല്ലാം തെറ്റായിട്ട് കിടപ്പുണ്ട്. പിതാവിനോട് സാരാംശത്തിൽ സമനായിരിക്കുന്നവനും എന്ന് എഴുതിയിട്ടുണ്ട്. സമത്വമുള്ളവനും എന്നൊക്കെ ചില ട്രാൻസ്ലേഷനിലൊക്കെ അങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. സമത്വമുള്ളവൻ, അപ്പൊ സമത്വമുള്ളവനല്ല എന്ന് പറഞ്ഞാൽ. സമത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് പീസാണ്. ഇപ്പൊ രണ്ടോട് ഈക്വൽ, ഇപ്പൊ രണ്ട് പാത്രിക്സ് ഭാവമായും കാതോലിക്ക ഭാവമായും രണ്ട് സീറ്റിൽ നിൽക്കുമ്പോൾ അവർ രണ്ടും സമനാണെന്നൊക്കെ പറയുന്ന പോലെയല്ല, മറിച്ച് അവർ ഒന്നായിരിക്കുകയാണ്. അപ്പൊ എന്ന് പറയുന്നത് എസൻസിൽ ഒന്നാണ്. രണ്ട് ഒരേപോലെ ഇരിക്കുന്ന രണ്ടല്ല, മറിച്ച് അവർ ഒന്നാണ്, എല്ലാത്തിലും ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ സമത്വമുള്ളവനല്ല, ഒന്നായിരിക്കുന്നവൻ തന്നെയാണ് അതിന്റെ യഥാർത്ഥമായ മലയാളം വീടെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് സാരാംശ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും. ഉണ്ടോ? അതാണ് ഇപ്പൊ നേരത്തെ നമ്മൾ തൊട്ട് മുമ്പ് വായിച്ചു, 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്നതാണ്, ഞങ്ങളുടെ വിശ്വാസം, ലോകത്തിൽ പല പല ദൈവങ്ങളുണ്ടാകും, പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നത് ആരാണോ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ആ പിതാവിൽ, ആരിലൂടെയാണോ ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടത് ആ യേശു ക്രിസ്തുവിൽ. അപ്പോൾ ആരിലൂടെയാണോ ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് യോഹന്നാസ്ലീഹ സുവിശേഷം എഴുതിയ സമയത്തും ഫസ്റ്റ് വേർഡ് ഇങ്ങനെയാണ്, ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനിലൂടെ സമസ്തവും സൃഷ്ടിക്കപ്പെട്ടു. ഉണ്ടോ? അപ്പോ ഓൾ തിങ്സ് ക്രിയേറ്റഡ് ത്രൂ ദ സൺ ഗോഡ്. അതുകൊണ്ട് എല്ലാം അവനിലൂടെ സൃഷ്ടിക്കപ്പെടാത്തതായിട്ട് ഒന്നും ഈ ഭൂമിയിലില്ല, അല്ലെങ്കിൽ ലോകത്തിലില്ല. അപ്പോൾ എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പിതാപുത്രനിലൂടെയാണ്. അതുകൊണ്ട് തന്നെ, കാരണം ദേ വേർ വൺ ഇൻ എസൻസ്. അതുകൊണ്ട് വളരെ ശക്തമായ രീതിയിലാണ് അവിടെ ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ദൈവത്തിന്റെ ഏകപുത്രനാണ്, വേറെ ദൈവം പുത്രനില്ല. ഇപ്പൊ ഈ നാളെ വേറെ പുത്രന്മാരുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഒറ്റ പുത്രനേ ഉള്ളൂ. പിന്നെ അതോടൊപ്പം തന്നെ സർവ്വ ലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ ജനിച്ചവനും. സർവ്വ ലോകങ്ങൾക്ക്, അപ്പൊ ഇപ്പൊ അടുത്തൊരു സ്ഥാനമാണ്. അറിയൂസ് വാദിച്ച ഒരു കാര്യം ഇങ്ങനെയായിരുന്നു, അപ്പോ എല്ലാത്തിനും സൃഷ്ടിക്കുന്നതിന് മുമ്പായിട്ട് അങ്ങനെ ഇവൻ സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ, ജനിച്ചവനാണെങ്കിൽ, there is a space or time
ബിഫോർ ദ ബോൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഒരു ചോദ്യം വരും, ജനിച്ചവനാണല്ലോ, അതുകൊണ്ട് ജനിച്ചതിന് മുമ്പ് ഒരു ടൈം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് അറിയൂസ് വാദിച്ച ഒരു തെറ്റായ ഒരു യഥാർത്ഥമായ ഒരു അവൻ്റെ ഒരു വാദം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു അതിന് പറയുന്നത് ഡൊസറ്റിസം എന്നൊക്കെ പറയുന്നതായ ഒരു മായാവാദം. ഏഹ്, അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാകും എന്നൊക്കെയുള്ള ഒരു തെറ്റായ സങ്കല്പങ്ങളുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്പേസ് ഇല്ല. അതുകൊണ്ടാണ് സഭ കുറച്ചുകൂടെ, എന്നാൽ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല അത് എങ്ങനെയാണെന്നുള്ളത്. മറിച്ച് പിതാവ് ഉള്ളിടത്തോളം കാലം പുത്രനും ഉണ്ടായിരുന്നു. ഉം. കാരണം എസൻസിൽ അവർ വണ്ണസ് ആണ്. അതുകൊണ്ട് പിതാവ് അല്ല പുത്രന് ഇല്ലാത്തൊരു ടൈം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെന്ന് ആൻസർ ഉള്ളൂ. നമ്മൾ യേശുക്രിസ്തു നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുന്നത് അവൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവുമാണ്. അപ്പോൾ ആദ്യവും അന്തവുമാണെന്നൊക്കെ പറയുമ്പോൾ ഹീസ് ദ ബിഗിനിങ് ആൻഡ് എൻഡ്. അപ്പോൾ അത് രണ്ട് പിതാവിലും പുത്രനിലും സെയിം തന്നെയാണ്. അപ്പോൾ ജനിച്ചവനാണെങ്കിലും ആ ജനിക്കുന്നതിന് മുമ്പ് ഒരു സ്പേസ് ഇല്ലെന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കാൻ ഇടയെത്തുന്നത്. അതുകൊണ്ടാണ്, എന്നാൽ അത് കൃത്യമായിട്ട് നമുക്കത് എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം അങ്ങനെ നമ്മുടെ ഒരു ഹ്യൂമൻ തോട്ടിൽ അത് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റത്തുമില്ല. നമ്മൾ എങ്ങനെയൊക്കെ വെച്ചാൽ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഇൻഫിനിറ്റി നമുക്ക് മാത്തമാറ്റിക്സിൽ ഇൻഫിനിറ്റി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്കിലേക്കോ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം എന്താണ്, അത് ഇൻഫിനിറ്റി തന്നെയാണ്. എത്ര ഇൻഫിനിറ്റി അല്ല അപ്പുറം വീണ്ടും അത് ഇൻഫിനിറ്റി തന്നെയാണ് സംഗതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടൈം സ്പേസ് ഒരിക്കലും നമുക്ക് കൃത്യമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥമായ കാര്യം. അതുകൊണ്ട് തന്നെ അങ്ങനെ അവർ ജനിച്ചവൻ എന്നതുകൊണ്ട് തന്നെ അവൻ പിതാവിന് ഒരിക്കലും താഴെയോ അല്ലെ എസൻസിൽ താഴെ പോകുന്നില്ല എന്നതിനാണ് സഭ പഠിപ്പിക്കാനിടയായി തീരുന്നത്. അതുകൊണ്ട് വളരെ ആഴത്തിൽ കർത്താവ് ആ ഒരു വിശ്വാസ പ്രമാണത്തിന്റെ ഫസ്റ്റ് സ്ഥാനസ പിതാക്കന്മാർ അത് എഴുതി വെക്കുക. അപ്പോൾ അത് അന്ന് ആ കാലഘട്ടങ്ങളിൽ ഏകദേശം ഇപ്പോൾ ഈ 325 എന്ന് പറയുമ്പോൾ ഏകദേശം 300 വർഷം കഴിഞ്ഞു ക്രിസ്തുവിന് ശേഷം. അപ്പോൾ 300 വർഷത്തിനിടയിൽ സഭയിൽ നിലനിരുന്നതായ വിശ്വാസം തന്നെയായിരുന്നു. അഡീഷണൽ ആയിട്ട് ഒന്നും എഴുതപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് വിശ്വാസം തെറ്റായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് അല്ല, മറിച്ച് ഇതാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ് അവർ എഴുതി വെച്ച് അത് വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങാനിടയായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ പദങ്ങളും ഒക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ചേർത്തിട്ടുണ്ടാകാം. പ്രത്യേകിച്ച് യവന സംസ്കാരത്തിലേക്ക് കടന്നു വരാൻ ഇടയായി നമ്മൾ ഗ്രീക്ക് കൾച്ചറിൽ കടന്നു വന്നപ്പോൾ വിശ്വാസത്തിന്റെ ചില ചില വേഴ്സുകളൊക്കെ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഗ്രീക്കിലൊക്കെ ഹിപ്പോത്തെസോ അങ്ങനെ അങ്ങനെ കുറെ വേർഡുകളൊക്കെ നമ്മൾ സുറിയാനി അല്ലെങ്കിൽ ക്രൂമ, അപ്പോൾ ഞങ്ങൾ 3 ക്രൂമ എന്ന് പറയുന്ന ക്രൂമയിൽ വിശ്വസിക്കുന്നു. അപ്പോൾ പല വേഴ്സുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ അന്തസത്ത എന്ന് പറഞ്ഞിരിക്കുന്നത് ട്രിനിറ്റേറിയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ 3 ആളത്വങ്ങളുള്ള ഒറ്റ ദൈവത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കാൻ ഇടയായി തീരുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. 1 തിമോത്തിയോസ് 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ, 1 തിമോത്തിയോസ് 3:16 നമ്മുടെ മതത്തിന്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ ചുമ്മാ എഴുതി വെച്ചതല്ല, ഞങ്ങളുടെ മതത്തിന്റെ ആ ഒരു രഹസ്യം, ആ മിസ്റ്റിക്കൽ കണ്ടന്റ്. അപ്പൊ അത് നമുക്ക് മുഴുവനായിട്ട് മനസ്സിലാകത്തില്ലെങ്കിൽ പോലും ആ മിസ്റ്റിക്കൽ കണ്ട് ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഇതാണ് പൗലോസിലേക്ക് എഴുതി വെച്ചിരിക്കുന്നത്. ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് ദൃശ്യമായി, ജനപദങ്ങളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു, ലോകം അവനിൽ വിശ്വസിച്ചു, മഹത്വത്തിലേക്ക് അവൻ സംവഹിക്കപ്പെടുകയും ചെയ്തു. അപ്പോ മിശിഹ ശരീരത്തിൽ വെളിപ്പെട്ടവനാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് മിശിഹ ശരീരത്തിൽ വെളിപ്പെട്ടവനാണ്. ശരീരത്തിൽ ഫുള്ളി ഇൻകാർണേറ്റഡ് ആണ്. അപ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അറിയൂസിന്റെ തന്നെ മറ്റൊരു ചിന്തയായിരുന്നു, യേശുക്രിസ്തു സാധാരണ മനുഷ്യനായിരുന്നു. ആ മനുഷ്യനിൽ ദൈവം ഇങ്ങനെ ഒരു അദൃശ്യമായിട്ട് ഒരു മായ പോലെ ഇങ്ങനെ കാണുക മാത്രമായിരുന്നു ചെയ്തിരുന്നത്. അവന്റെ ഡിവൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു നമുക്ക് എന്നാ പറയാ, ഒരു മായാലോകത്തെ ഒരു കാഴ്ചകൾ പോലെ മാത്രമായിരുന്നു എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവരുടെ ഫുള്ളി ഇൻകാർണേറ്റഡ് ആണെന്ന് വിശ്വസിക്കുന്നില്ല. ദൈവത്തിന് എങ്ങനെ മനുഷ്യനാകാൻ പറ്റും? അങ്ങനെ മനുഷ്യനായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവമാണോ? ഇപ്പൊ എന്നൊരു ചോദ്യമാണ്. പക്ഷെ ഇവിടെ ഫെയ്ത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹി ക്യാൻ ഇൻകാർണേറ്റ് ആൻഡ് ഒരു ഫുള്ളി ബിക്കം എ ഫ്ലഷ്. അപ്പോൾ ഒരു ജഡത്തിൽ പൂർണ്ണമായിട്ടും ദൈവത്തിന് നിലനിൽക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ അടിത്തറ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഈ അടുത്ത ഭാഗം മുഴുവൻ. അവൻ പരിശുദ്ധാത്മാവിൽ നിന്നും കന്യക മറിയാമിൽ നിന്നും ശരീരം ധരിച്ചു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് അവൻ പൂർണ്ണമായിട്ടും ദൈവമായിരുന്നവൻ ഒരു മനുഷ്യനെ പോലെ ശരീരം ധരിക്കാൻ ഇടയായി തീർന്നു.
ഇന്നും ഇപ്പൊ മുസ്ലിം സഹോദരങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരും പറയും ഞങ്ങൾ മിശിഹായിൽ വിശ്വസിക്കുന്നുണ്ട്, ഹി വാസ് എ പ്രൊഫറ്റ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങള് അവന്റെ മരണത്തിൽ വിശ്വസിക്കുന്നില്ല. അവൻ മരിക്കപ്പെട്ടില്ലായിരുന്നു. ആ മരിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് അവനെ പിതാവാം ദൈവം അള്ളാഹു എടുത്തുകൊണ്ട് പോയി. അല്ലെങ്കിൽ അവന് അതുകൊണ്ട് തന്നെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ദൈവത്തിന് എങ്ങനെ അല്ലെങ്കിൽ മരിക്കാൻ പറ്റില്ല എന്നൊരു കൺസെപ്റ്റ് അവരുടെ ഇടയിൽ കിടപ്പുണ്ട്. പക്ഷേ നമ്മുടെ വിശ്വാസ പ്രമാണം അടുത്തെന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ പൂർണ്ണമായിട്ടും ജഡമായി തീർന്നു. അതുകൊണ്ട് ആ ജഡത്തിൽ എല്ലാ പീഡനങ്ങളും സഹിച്ചു. പൊന്തിയസ് പീലാത്തോസിന്റെ കാലഘട്ടങ്ങളിൽ അവൻ ശരീരത്തിൽ കഷ്ടതകൾ അനുഭവിച്ചു. അവൻ മരിച്ചു. ദൈവത്തിന് മരിക്കാൻ പറ്റുമോ? അടുത്ത ചോദ്യമാണ്. നിങ്ങൾ ഈ ക്രിസ്തുവിനെ പൂർണ്ണ ദൈവമായിട്ട് കണക്കാക്കുന്ന ദൈവത്തിന് മരിക്കാൻ പറ്റുമോ? അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസ പ്രമാണമാണ് മിസ്റ്റേക്കലി ഹി ക്യാൻ ഡു എനിത്തിങ്. അതുകൊണ്ട് ദൈവത്തിന് വേണമെങ്കിൽ മരിക്കാനും പറ്റും. അതുകൊണ്ട് അവൻ മരിച്ചു. മൂന്നാം നാൾ അവൻ പാതാളത്തിൽ നിന്ന് അവൻ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിശ്വാസ പ്രമാണത്തിന്റെ പിന്നീടുള്ള സ്റ്റാൻസ് കാണുന്നത് ഇങ്ങനെയാണ്: മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അപ്പോൾ ബിക്കോസ് ഓഫ് യു അവർ ഡെലിവറൻസ് ആണ്, അത് സാൽവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി, സ്വർഗത്തിൽ നിന്ന് ഹി ഇൻകാർണേറ്റഡ് ഫ്രം ഹെവൻ പരിശുദ്ധ റൂഹായാൽ ഉണ്ടോ. അപ്പോ സെക്കൻഡാണ് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടി തന്നെ, നോട്ട് ഫോർ ഹ്യൂമൻ ഇൻവോൾവ്മെന്റ്. അപ്പോ അവിടെ ഒരു പലപ്പോഴും ചില വ്യാഖ്യാനിക്കുന്നുണ്ടെന്നാണ് യോസഫ് പിതാവ് കൂടെ ഉണ്ടല്ലോ, അത് യോസഫിന്റെ മകനാണെന്ന് പറയുന്ന രീതിയിൽ നിന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. പക്ഷേ അവൻ യോസഫിൽ നിന്നല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൽ നിന്ന്, ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന്. അപ്പൊ ദൈവമാതാവായ കന്യക മറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന് മനുഷ്യനായി ഉണ്ടോ. അപ്പോ അവൻ ജഡം ധരിച്ച് ഹി ബിക്കെയിം ഹ്യൂമൻ ബൈ ടേക്കിംഗ് ദ ഫ്ലഷ് ഫ്രം മദർ മേരി. അപ്പൊ മാതാവിൽ നിന്ന്, പരിശുദ്ധ കന്യക മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് അവൻ ജഡമായിട്ട് തീർന്നു. പിന്നെയോ ഇന്ന് എനിക്ക് തോന്നുന്നു, ഇന്ന് ജസ്റ്റ് ഞാൻ എവിടെയോ പ്രാർത്ഥന ചൊല്ലിയ സമയത്ത് ഒരു ഭയങ്കര കാരണം എങ്ങനെയാണോ പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് അവൻ ശരീരം സ്വീകരിച്ച് ഈ ഭൂമിയിൽ ദൈവമായിട്ട് പിറന്നു, അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ ഒരു പുരോഹിതന്റെ കൈകളിലൂടെ ആ അപ്പം വീണ്ടും തൻ്റെ ശരീരമാക്കി മാറ്റപ്പെടുന്നു. എന്നൊരു പ്രാർത്ഥന എവിടെയോ നിന്ന് ചൊല്ലിയത് ഓർമ്മയുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര ഒരു പവർഫുള്ളായ വിശുദ്ധ കുർബാനയുടെ ഒരു മാറ്റത്തെക്കുറിച്ച്, ട്രാൻസബ്സ്റ്റഷ്യോൺ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ആ അപ്പം പതുക്കെ യേശുവിൻ്റെ ശരീരമായിട്ട് മാറുന്ന രീതികളൊക്കെ. അപ്പോൾ അത് അവിടെ ഒരു മാറ്റം കാണാം. അപ്പോൾ ദൈവത്തിന് അതെല്ലാം സാധ്യമാണെന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് എവിടെയാണ് അവൻ പരിപൂർണമായിട്ടും ശരീരമായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മായല്ല, അവൻ ശരീരത്തെ പോലെ കാണപ്പെട്ടു. അപ്പൊ മനുഷ്യന്റെ ശരീരമല്ല, അവൻ ശരീരം പോലെ കാണപ്പെട്ടത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ചിന്തകൾക്കെതിരെയാണ്. അവൻ പൂർണ്ണമായിട്ടും നമ്മൾ സാധാരണ പോലെ മനുഷ്യനെ പോലെ തന്നെ അവൻ ജഡം ധരിക്കാൻ ഇടയായി തീർന്നു. കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു, കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർന്നെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവനും. അപ്പോൾ അവിടെ എന്താണ്? മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, മരിച്ചു, അവന് വെൻ ത്രൂ ദ ക്രൂസിഫിക്കേഷൻ ആൻഡ് വെൻ ടു ദ ഷിയോൾ ആൻഡ് എന്താ അവിടുന്ന് വീണ്ടും റിസറക്ട് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഒരു വലിയ ഒരു പ്രഖ്യാപനം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതി, വരവ്, കന്യകമറിയാമിലുള്ളതായ ജനനം, കഷ്ടാനുഭവം, ഉയർപ്പ്, സ്വർഗാരോഹണം, രണ്ടാം വരവ്, ന്യായവിധി, എല്ലാ ജഡങ്ങളുടെയും ഉയർപ്പ്. ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് സ്റ്റാൻസിൽ നമ്മൾ കാണാനിടയായിത്തീരുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവനും പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു, ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ, ന്യായം വിധിപ്പാൻ തന്റെ വലിയ മുഖത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതിനുമായ യേശുമിശിഹായ ഏക കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഏക കർത്താവായ, വി ബിലീവ് ഇൻ ദ ട്രൂ living God. His name is Jesus Christ. We believe in Jesus Christ, the Son of the living God. ഞാൻ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ കർത്താവിന്റെ ഡെഫിനിഷനാണ് നമ്മൾ വീണ്ടും ഒറ്റ സ്റ്റാൻസിൽ, ഒരു സെക്കൻഡ് സ്റ്റാൻസ് മുഴുവനായിട്ട് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയുള്ള യേശു ക്രിസ്തുവിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു മായയായ ഒരു ക്രിസ്തുവിലല്ല, മറിച്ച് ആഴത്തിലുള്ള ഈ ഭൂമിയിൽ ഒരു ജഡം ധരിച്ച ക്രിസ്തുവിലാണ് ഞങ്ങൾ വിശ്വസിക്കാൻ ഇടയായി തീരുന്നതെന്ന് പറയപ്പെടുന്ന ഒരു പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ തന്നെയാണ് നമ്മളുടെ വിശ്വാസം ആഴപ്പെടാൻ ഇടയായി തീർന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിലൂടെ
അല്ലെങ്കിൽ ഇപ്പോൾ പഴയ നിയമ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പഴയ 2-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ഈ ഒരു ക്രീഡ് എഴുതുന്നതിന് മുമ്പായിട്ട് ജീവിച്ചിരുന്ന രണ്ടുമൂന്ന് പിതാക്കന്മാര് അവരൊക്കെ അത് അവരുടെ ടോക്കിങ്സിലും അല്ലെങ്കിൽ അവരുടെ പിന്നെ ലെറ്റേഴ്സിലും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ വീണ്ടും വീണ്ടും എഴുതപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഐറാനിയോസ് സെക്കൻഡ് സെഞ്ചുറിയിലുള്ളതായ വലിയ പിതാവായിരുന്നു. തെർത്തുല്യൻ എന്ന് പറയപ്പെടുന്ന പിതാവ്, അതോടൊപ്പം തന്നെയാണ് ഹിപ്പോലിറ്റൂസ് എന്ന് പറയപ്പെടുന്നതായ ഒരു പിതാവ്. ഇവരുടെ എല്ലാം ലെറ്റേഴ്സും അവരെഴുതിയ പുസ്തകങ്ങൾക്ക് ഇന്നും അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ കുറേ ഫ്രാക്ഷൻസ് ഒക്കെ ഇന്നും അവൈലബിൾ ആണ്. അപ്പോൾ ആ പുസ്തകങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് ഐറേനിയസിന്റെ ഏറ്റവും വലിയൊരു പുസ്തകമാണ് വേദവിപരീതങ്ങൾക്കെതിരെ സത്യവിശ്വാസത്തിന്റെ സാരം, ഇങ്ങനെയുള്ള ഐറേനിയസിന്റെ പുസ്തകത്തിലെല്ലാം കാണുന്നത് ഈ വിശ്വാസ പ്രഖ്യാപനങ്ങൾ തന്നെയാണ്. ഉണ്ടോ? അവരുടെ ഏറ്റവും മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു. ഉണ്ടോ? അവൻ ദൈവത്തിന്റെ തിരുവിഷ്ട പ്രകാരം, ബിക്കോസ് ഓഫ് ഹിസ് ദ പ്ലാൻ ഓഫ് ദ ഗോഡ്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം കന്യക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ച് കഷ്ടത അനുഭവിച്ച് അവൻ മരണപ്പെട്ട് അതിനുശേഷം പാതാളത്തിലേക്ക് ഇറങ്ങി അവിടുന്ന് ഉയർത്ത് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന എല്ലാവരും വീണ്ടും ന്യായം വിധിക്കാൻ വേണ്ടി കടന്നു വരുന്ന ഒരു എല്ലാ ജഡങ്ങളെയും വീണ്ടും ഉയർപ്പിക്കുന്ന അങ്ങനെയുള്ള ഒരു വിശ്വാസം ഞങ്ങൾ, അങ്ങനെ അതിനുവേണ്ടി കർത്താവ് അയച്ച ആ പുത്രൻ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് ആഴത്തിൽ അദ്ദേഹത്തിന് എഴുതിയ ഹിപ്പോലിറ്റസ് അദ്ദേഹം എഴുതിയ ഒരു കാര്യമാണ്. എല്ലാം ഭരിക്കുന്ന പിതാവായ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ? ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിന് ആൻസർ കൊടുക്കുന്നതാണ്. പിന്നെ കന്യക മറിയാമിൽ നിന്നും ജഡം ധരിക്കുകയും ശരീരത്തിൽ കഷ്ടത അനുഭവിക്കുകയും മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നുവോ? അപ്പോൾ അതിന് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് അദ്ദേഹം അതിന് ആൻസർ കൊടുക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിലും വിശുദ്ധ സഭയിലും ശരീരത്തിന് ഉയർപ്പിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? ഒരു ചോദ്യം ചോദിച്ച് അതിന് ആൻസർ കൊടുക്കുകയാണ്. അപ്പോൾ അത് പിതാക്കന്മാരെ പണ്ടൊക്കെ അങ്ങനെയാണ്. കാരണം ഒരു ചോദ്യം ചോദിക്കുക, അന്നത്തെ കാലഘട്ടം ചോദ്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് കൃത്യമായിട്ടൊരു ആൻസർ കൊടുക്കാനിടയായി തീരുകയാണ്. അതുകൊണ്ട് തന്നെ നിക്ക്യാ സുന്നഹോസിന്റെ വിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപനം, അത് ഒരു ആ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്നതായ വിശ്വാസത്തിന്റെ ഒരു ക്രോഡീകരണം, അത് എല്ലാവരും പിതാക്കന്മാരും അത് ഏറ്റെടുത്ത് ഒന്നുകൂടെ ഒന്ന് പ്രഖ്യാപിച്ച് ഇതിൽ മാറ്റം വരുത്താൻ പറ്റില്ല. ഇതിൽ മാറ്റം വരുന്നതൊക്കെ സഭയ്ക്ക് പുറത്താണ്. അത് സഭയുടെ കീഴിലല്ല, അത് ക്രിസ്തുവിന് പുറത്താണ് എന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ നിന്ന് അല്ലെങ്കിൽ സഭയെ രക്ഷിക്കുന്ന ഒരു രീതിയായിരുന്നു നിക്ക്യാ സുന്നഹോസിൽ കിടക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ്: ഒന്ന്, ഏക ദൈവത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഹീസ് ദ ക്രിയേറ്റർ. ആ പിതാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ഏക ദൈവത്തിന്റെ ഒരു ട്രിനിറ്റേറിയനിൽ ഉള്ളിൽ തന്നെ കിടക്കുന്ന സെയിം എസൻസ് തന്നെയാണ് പുത്രനാം ദൈവം. ആ പുത്രനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിന്റെ സെയിം എസൻസ് തന്നെയാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് സെക്കൻഡ് സ്റ്റാൻസ് അല്ലെങ്കിൽ തേർഡ് സ്റ്റാൻസ് കിടക്കുന്നത്. നമുക്ക് അതിന് അടുത്ത ദിവസം അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതും ഓരോ രണ്ട് സഭകളായിട്ട് ഇന്ന് കത്തോലിക്ക സഭ, ബൈസാന്റിയൻ ഓർത്തഡോക്സ് സഭയും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളൊക്കെ വിഭജിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട പിന്നീട് 10-ാം നൂറ്റാണ്ടിലേക്ക് വന്ന ഒരു സ്കിസമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനിടയായി തീരാം. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ വിശ്വാസത്തിന്റെ ആ ഒരു പ്രമാണം ഏറ്റുപറച്ചിലാണ്. വിശ്വാസം നമ്മൾ സഭ നമ്മളെ പഠിപ്പിക്കുന്നു: നീ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അത് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഒറ്റ കാര്യമുള്ളൂ: ഞങ്ങൾ മുട്ടുകുത്തുക. ഒരു 10 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ മാറാത്ത ഒരു പ്രതിസന്ധിയും നമ്മുടെ ജീവിതത്തിൽ. കാരണം അത് ഭയങ്കര പവർഫുൾ പ്രയറാണ്. അന്ന് പിതാക്കന്മാര് 325 കൂടി എഴുതി വെച്ച് ഇന്നും എല്ലാ പ്രാർത്ഥനകളിലും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം. അതുകൊണ്ട് സാത്താൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് നമ്മൾ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി കളയുക, വിശ്വാസം ചോർത്തി കളയുക. ഇതൊന്നും നീ രക്ഷപ്പെടത്തില്ലടാ, നീ തകർന്നടാ, നിനക്ക് ഇനി രക്ഷയില്ലടാ, ഈ രോഗം നിന്നെ തകർക്കൂടാ. ഇങ്ങനെ നമ്മളെ നെഗറ്റീവ് ആക്കുന്ന രീതി കടന്നു വരുമ്പോൾ അതിനെയുള്ള ഓവർകം ചെയ്യാനുള്ളതാണ് വിശ്വാസം. ഇല്ല, എൻ്റെ കർത്താവ് കൂടെയുണ്ട്, എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കും. ഇസ്രായേൽ ജനം മുഴുവൻ വിശ്വസിക്കുക അങ്ങനെയാണ്: ഞങ്ങളുടെ യഹോവയായ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ അതിനൊരു പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത് റിപ്പീറ്റായിട്ട് ചൊല്ലുന്നത് വഴിയുള്ള ഒരു വലിയൊരു ഡെലിവറൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും. അപ്പോൾ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിശ്വാസപരമായ 2 സ്റ്റാൻസയിൽ നിന്ന് എന്തെങ്കിലും ഞാൻ പറയാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാവുന്ന സമയമാണ്. നമുക്ക് എന്തെങ്കിലും ചോദിക്കാം. റംബച്ച ബാറക്കുമോർ, എത്തിയോ? ശരി, ഇവിടെ ഉണ്ടായിരുന്നു. ഞാന് ഇന്ന് പള്ളി കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. ഇപ്പഴാ ഞാൻ യാക്കോയാച്ചന്റെ മെസ്സേജ് കണ്ടത്. ആണല്ലേ? കണ്ടു കഴിഞ്ഞാൽ അന്നേരം കേറി. അതുകൊണ്ട് ക്ലാസ് മുഴുവൻ അറ്റൻഡ് ചെയ്തില്ല. പിന്നെ അതുകൊണ്ട് സംശയം ചോദിക്കാൻ. ഞങ്ങൾ സംശയം കാണാത്തോണ്ട് രസമില്ല നിർത്തിരിക്കാതെ, ആരും മിണ്ടുന്നില്ലാത്തോണ്ട്. ആരെങ്കിലും മിണ്ടാന്നെങ്കിലും ഒരു ക്ലാസ്സിൽ സുഖമുള്ളൂ.
സംശയങ്ങൾ കാര്യം ഇങ്ങനെ വരണമെങ്കിൽ നമ്മൾ ക്ലാസ് മുഴുവൻ കേട്ട് അതിന്റെ ആ ഒരു ഫ്ലോയിൽ വരണ്ടേ, എന്നാലേ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ ശരിയാണ്. അതെ, തീർച്ചയായും തീർച്ചയായും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതുപോലെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പ്രിപ്പയർ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് സംശയങ്ങൾ എന്നൊക്കെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടാണെങ്കിൽ സംശയങ്ങൾ ചോദിക്കാമല്ലോ. അതുകൊണ്ടാണ് തീർച്ചയായും. നമുക്ക് അടുത്ത ആഴ്ച അതുപോലെ തന്നെ കണ്ടിന്യൂഷൻ ആയിരിക്കും നമ്മുടെ. എനിക്ക് ഈ ഹേ ഫീവറിന്റെ ഇത് ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് രാവിലെ പോലെ തുമ്മലോട് തുമ്മലായിരുന്നു. അപ്പൊ ഭയങ്കര തുമ്മലായിരുന്നു. അതുകൊണ്ട് ആ ഒരു മൂഡിലല്ല. ഓക്കെ 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 ഓക്കെ. അപ്പൊ അടുത്ത ഞായറാഴ്ച നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ഞായറാഴ്ചയൊക്കെ വീണ്ടും നമുക്ക് ചോദ്യം ചോദിക്കാം. നമുക്ക് ഈ ഒരു തീർച്ചയായിട്ടും വിശ്വാസം. തീർച്ചയായിട്ടും 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 തീർച്ചയായിട്ടും. ഓക്കെ എന്നാ റംബാച്ച, വളരെ സന്തോഷം. താങ്ക് യു. റംബാച്ച, ഒരു ചോദ്യം ഉണ്ടായിരുന്നേ. ചോദിച്ചു. ഇത് നമ്മൾ ആദ്യമേ പറയുന്ന ഇത് ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളതെന്ന്. സൃഷ്ടി ഇല്ലാത്തവനല്ല, സൃഷ്ടി അല്ല, സൃഷ്ടി സൃഷ്ടി അല്ലാത്തവൻ. ഓക്കെ. അതെ, അത് ശരിയാണ്. ഞാനത് അണ്ടർലൈൻ ചെയ്ത്, സൃഷ്ടി അല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളതെന്ന് തന്നെയല്ലേ നമ്മൾ പറയാറ്? അല്ല, ഒന്നായിരിക്കുന്നതാണ്. നമ്മൾ വിശുദ്ധ കുർബാന, ഇപ്പം കുർബാനക്രമം പുതിയ ക്രമത്തിലല്ല എടുത്തു നോക്കിയോ, അവിടെ എല്ലാം ഏതോ ഒരു ക്രമത്തിൽ മാത്രം അത് മാറിക്കിടക്കുകയാണ് സമത്വമുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് അത് അങ്ങനെ ഉണ്ടെങ്കിൽ അതെ, നിങ്ങൾ മാറ്റി എഴുതുന്നത് നല്ലതായിരിക്കും. ഓക്കെ. അപ്പൊ സമത്വമുള്ളവനും ഒന്നായിരിക്കുന്നവനും മീനിങ് സെയിം അല്ലേ? നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഏകദേശം സെയിം മീനിങ്ങാണ് വരുന്നത്. പക്ഷെ അതിനകത്ത് ലിറ്ററലി ശകലം ഡിഫറൻസ് ഉണ്ട്. സമത്വമുള്ളവൻ ഇപ്പൊ എന്ന് പറഞ്ഞാൽ, സമത്വമുള്ള പറഞ്ഞപ്പോൾ അവരുടെ പൊസിഷനിൽ സമത്വമുള്ളാവുക എന്നാണ് സമത്വം എന്ന വാക്കിന്. സമത്വം പാലിക്കുക, എല്ലാവരോടും തുല്യത പാലിക്കുക എന്നൊക്കെയാണ് നമ്മൾ സമത്വം പാലിക്കുക എന്നൊക്കെ പറയുന്നത്. തുല്യനല്ല, മറിച്ച് ഒന്നായിരിക്കുക എന്ന അർത്ഥം. ഒന്നായിരിക്കുക, വണ്ണസ് ആണ് യഥാർത്ഥത്തില്. നോട്ട് ഓക്കെ. ഈക്വൽ അല്ല. എന്ന് പറഞ്ഞാൽ ഹീസ് നോട്ട് ഈക്വൽ ടു ദ ഫാദർ ഗോഡ്, ബട്ട് ഹീസ് വണ്ണസ് ഇൻ ഗോഡ്, വണ്ണസ് ഇൻ ദ ഫാദർ. അപ്പൊ ഇത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്ന് തന്നെയാണ് അതില്. അപ്പം ഈക്വൽസ് അല്ല, ദേ ആർ വൺ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ, വണ്ണാണ്. അതെ. ഓക്കെ. അപ്പോൾ നമ്മൾ സമത്വം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈക്വൽ എന്നാണ് മീനിങ് വരുന്നത്. ഈക്വൽ പക്ഷെ ഈക്വൽ അല്ല, മറിച്ച് വണ്ണ് തന്നെയാണ്. ഓക്കെ. അത് നമ്മൾ ഇതിനകത്ത് എല്ലായിടത്തും ഒന്നായിരിക്കുന്നവനാണെങ്കിലും നമ്മൾ പണ്ടത്തെ ഇപ്പോഴും സമത്വമുള്ളവൻ തന്നെയാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. അതുകൊണ്ട് അതെ അതെ അതെ. ഓക്കെ. ഇപ്പോഴതിന്റെ അതൊന്ന് ജസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത് നല്ലതായിരിക്കും എപ്പോഴും. കാരണം ഞാൻ അങ്ങനെ പലപ്പോഴും ചൊല്ലി. കഴിഞ്ഞ വർഷം നമ്മുടെ ഫ്രീസ്റ്റ് കോൺഫറൻസിൽ ബെൽജിയത്തല്ല, അവിടെ മ്യൂണിസിൽ വെച്ചായിരുന്നു. അപ്പോൾ നമ്മൾ അറിയാതെ ചൊല്ലിപ്പോയപ്പോഴാണ് തിരുമേനി അന്നേരം നിർത്തിച്ചു. എന്നിട്ടത് സമത്വമുള്ളവനല്ല, മറിച്ച് ഒന്നായിരിക്കും തന്നെ നിലയിലാണ് തോന്നുന്നത്. ക്രിസ്റ്റോ എന്താ ചോദിക്കാൻ വേണ്ടി കൈവക്കി വെച്ചിട്ടുണ്ടോ? എനിക്ക് ഇത് തന്നെയാണ് ചോദ്യം. ബിക്കോസ് ഐ തിങ്ക് മെമ്മറി എന്ന് പറയുമ്പോൾ സമത്വമുള്ളതെന്നാണ് വരുന്നത്. സോ ഈസ് ദിസ് എ new change, or is this our understanding is better now and that's why we are changing it? That is an old translation, but now I don't know when it happened to change the oneness to equal. I don't know. അതുകൊണ്ട് അപ്പൊ അത് എന്നാണ് ഇവിടെ നമുക്ക് ആ കുർബാനക്രമം ഇപ്പൊ ഇപ്പോഴും നിലവിലിരിക്കുന്നതായ എല്ലാ കുർബാനക്രമത്തിലും, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ നിലവിലുള്ള ഇപ്പോൾ സെമിനാരിൽ നിന്നുള്ള പബ്ലിക്കേഷൻ പ്രാർത്ഥനാക്രമത്തിലും എല്ലാം അവിടെ ഒന്നായിരിക്കുന്നു തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. Okay. പക്ഷെ അത് ഏതോ ഒരു ചില ട്രാൻസ്ലേഷനിൽ അത് സമത്വമുള്ളൊന്നും കിടപ്പുണ്ട് തന്നെ. ബൈ ഹാർട്ട് പറയുമ്പോൾ എപ്പോഴും സമത്വമുള്ളതെന്നാണ് വരുന്നത് തന്നെ എനിക്ക്. അതെ അതെ. അതുകൊണ്ട് ഇപ്പൊ ഈ അടുത്തിടെ നമ്മുടെ സഭ തന്നെ ഒരു സെന്റർ കൂടിയിട്ട് തീരുമാനം എടുത്തിരുന്നു. നമ്മൾ പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ലിറ്ററേച്ചറൽ പുസ്തകങ്ങൾ സെമിനാരിൽ നിന്ന് മാത്രമേ പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ. കാരണം പല സ്ഥലങ്ങളിൽ നിന്ന് പബ്ലിഷ് ചെയ്യുമ്പോൾ ഇത് എഴുതുമ്പോൾ ആരൊക്കെയാണ് എഴുതുന്നത് കൊടുത്തല്ലോ. ഇപ്പൊ ആരെങ്കിലും ജസ്റ്റ് ഇത് ഇപ്പൊ കമ്പ്യൂട്ടർ അറിയാവുന്നവരൊക്കെ ഇത് വന്നാൽ പിന്നെ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു സാധനം കൊടുക്കും. അപ്പോൾ അവർക്ക് തോന്നിയ പോലെ തന്നെ ചില മാറ്റുകളൊക്കെ വരുത്തി ചിലപ്പോൾ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സെനഡ് കൂടിയിട്ട് തീരുമാനമെടുത്ത് ഞങ്ങൾ എല്ലാ പള്ളികളിൽ നിന്നും പബ്ലിഷ് ചെയ്യരുത്, മറിച്ച് സെമിനാരി പബ്ലിക്കേഷൻ മാത്രമേ എന്ന് പറയുമ്പോൾ ഇങ്ങനെ തെറ്റായ കുറെ വാക്കുകൾ കയറി വരാറുണ്ട്. അപ്പോ സോ മീനിങ് ആക്ച്വലി ഇപ്പൊ ഫുള്ളും കൺഫ്യൂഷൻ ആയി. സോ സമത്വമുള്ളതാണ് ഈക്വൽ ടു ഗോഡ്. The son is equal to God, not equal, but he is oneness to one to God ആണ്. പക്ഷേ ഓക്കെ, സോ that means they are one അല്ലേ? പിതാവ് തന്നെയാണ്. ഞാനും പിതാവ് ഒന്നാകുന്നു. പക്ഷേ പിതാവ് സമനാകുന്നതല്ല കർത്താവ് പഠിപ്പിച്ചത്. ഞാനും പിതാവ് ഒന്നാകുന്നതാണ് പറയുന്നത്.
ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അങ്ങനെ വരുന്നത് മത്തായിയുടെ അല്ല യോഹന്നാൻ 10:30 അങ്ങനെ പറയുന്നു. ഏതിന്റെ? ജോൺ ചാപ്റ്റർ 10:30. ജോൺ ചാപ്റ്റർ 10 വേഴ്സ് 13 അല്ലേ? അല്ല, 30. Okay, the Father and I are one. I are one, not equal. I and Father are not equal എന്ന് പറയില്ല, പക്ഷെ 1 ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ 1 ആണ് കറക്റ്റ് ആയിട്ട് വേണ്ടത്. Okay, so കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ഐ വിൽ പ്രിപ്പയർ എ ലിസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ഇതിൽ ഡിസ്കസ് ചെയ്യാം. ഫോർ വൺ എക്സാമ്പിൾ ഇസ്, ഞാനും ഫാദറും വൺ ആണെങ്കിൽ വാട്ട് ഡസ് ദാറ്റ് മീൻ? എക്സാമ്പിൾ എനിക്കിപ്പോൾ വരുന്നത് ദി ബാപ്റ്റിസമിന്റെ സീനാണ്. സോ യോനാൻ സ്നാപകൻ ബാപ്റ്റൈസ് ചെയ്യുന്നു, അതെ, യേശു അവിടെ ഉണ്ട്, പിതാവിന്റെ ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്നു, പരിശുദ്ധാത്മാവുണ്ട്, അതെ, മൂന്നിനെയും കാണാൻ പറ്റുന്നുണ്ട്. സോ അതെ. and when we say they are one, what does that mean there? ഇപ്പൊ നമ്മൾ 1 അല്ലാന്ന് നോക്കിയേ, അപ്പൊ നമ്മൾ 3 ആയിട്ട് കാണുകയാണ്. അപ്പൊ അങ്ങനെ ദേ ആർ 3 ഇൻഡിവിജ്വൽസ്. അപ്പൊ നമുക്ക് വി ക്യാൻ സെപ്പറേറ്റ് ദ 3 ഇൻറ്റു അല്ലെങ്കിൽ 1 into 3. അപ്പൊ നമുക്കിപ്പോൾ ഒരു സമയത്ത് തന്നെ പിതാവിന് മുകളിൽ കാണുന്നു, പുത്രന് താഴെ കാണുന്നു, പരിശുദ്ധാത്മാവിന്റെ ഇടയ്ക്കൽ കാണുന്നു. അപ്പൊ നമുക്ക് 3 ആയിട്ടാണ് കാണുന്നത്. പക്ഷെ അങ്ങനെ 3 ആയിട്ട് കാണുന്ന സങ്കല്പമല്ല, മറിച്ച് അവരെല്ലാം കൂടെ ഒന്നാണ്, 1 ആണ്. അപ്പൊ നമുക്കത് ഒരേ സമയത്ത് തന്നെ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റത്തില്ല, മറിച്ച് ഒരേ സമയത്ത് തന്നെ 3 രീതിയിൽ വെളിപ്പെടും എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പുത്രനും അതാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ മാമോദി സമയത്താണ് ഇപ്പൊ നമ്മള് ഈ നമ്മുടെ വിശുദ്ധ ദോബുക്കുറ്റി വാഴുവിന്റെ സമയത്തും സഭ പഠിപ്പിക്കുന്നത് ആ ഒരു ട്രിനിറ്റേറിയൻ പ്രസന്റേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പിതാവ് പരിശുദ്ധനാകുന്നു, പുത്രനാ ദൈവം പരിശുദ്ധനാകുന്നു, പരിശുദ്ധാത്മാവായ ദൈവം പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു നമ്മൾ വിശ്വസിക്കുന്ന ആ വിശ്വാസ പ്രമാണം കുറച്ചുകൂടെ സ്പഷ്ടമായിട്ടാണ് അവർ നമ്മളത് ദോബുക്കുറ്റി വാഴുവിലൂടെ കാണിക്കാൻ ഇടയായിത്തീരുന്നത്. അവിടെയും നമ്മൾ 3 ആയിട്ട് പറയുന്നെങ്കിൽ പോലും അത് ഒരിക്കലും സെപ്പറേറ്റ് ആക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ ഈ ഒരു കത്തോലിക്ക സഭയുമായിട്ട് ഈ അടുത്ത കാലത്ത് നമ്മളൊരു ഡിക്ലറേഷൻ ഉണ്ടാക്കാൻ ഇടയായിത്തീർന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ഫെയ്ത്തിൽ ക്രിസ്റ്റോളജിക്കൽ ആ ഒരു കണ്ടന്റിൽ കത്തോലിക്ക സഭ ഫോളോ ചെയ്യുന്നതും ഓർത്തഡോക്സ് സഭകൾ ഫോളോ ചെയ്യുന്നതെല്ലാം സെയിം ആണ്, ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ പറയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 ക്രൂമകൾ ഉണ്ടായിരിക്കുമെങ്കിൽ പോലും ആ 3 ഒരിക്കലും സെപ്പറേറ്റ് ആക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുമില്ല. ഒരു ഒരു കണ്ണിമ വയ്ക്കുന്ന ആ അത്ര പോലും ഇടയിൽ അവർ സെപ്പറേറ്റ് ആയിട്ടില്ല എന്ന രീതിയിലാണ് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് പുത്രനിലുള്ളതായ ദൈവത്വവും മനുഷ്യത്വവും. അത് ഒരിക്കൽ പോലും മിങ്കിൾ ചെയ്ത് ഒറ്റ സ്വഭാവമായിട്ട് മാറിയിട്ടില്ല, 2 സ്വഭാവമായിട്ട് മാറ്റാനും പറ്റത്തില്ല. എന്നാൽ രണ്ടും കൂടി മിങ്കിൾ ചെയ്തിട്ട് ഒറ്റ സ്വഭാവമായിട്ട് മാറിയിട്ടുമില്ല. അപ്പോൾ അത് നമുക്കത് മനുഷ്യബുദ്ധിയിൽ എത്രമാത്രം എങ്ങനെ വിശദീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ എന്നാൽ 3 ഉണ്ട് എന്ന കൺസെപ്റ്റാണ്. എന്ന് പറഞ്ഞാൽ പുത്രനുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തിൽ മാത്രം ഏറ്റവും കൂടുതൽ കൺസെപ്റ്റ് യൂതന്മാർ ഇന്നും ക്രിസ്ത്യാനികളെ വിശ്വസിക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് അവർ ഏകദൈവ വിശ്വാസമാണ്. ഞങ്ങൾക്ക് ഒരേ ഒരു ദൈവമുള്ളൂ, യഹോവയാണ് ദൈവം. അതുകൊണ്ട് വേറെ ആരും ഒന്നും ദൈവമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ക്രിസ്ത്യാനിയുടെ അടിത്തറ എന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഒറ്റ ദൈവമേ, ഞങ്ങൾ ഏകദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ആ ഏകദൈവത്തിന്റെ 3 സ്വഭാവങ്ങൾ, 3 ക്രൂമാകളാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നേച്ചേഴ്സ് ആണ് പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ. ആണെങ്കിൽ നേച്ചർ എന്ന വേർഡ് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. നേച്ചർ, അപ്പോൾ ഇംഗ്ലീഷിലേക്ക് നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കുറച്ചുകൂടെ ഗ്രീക്ക് വേർഡ് ഹിപ്പോത്തസിസോ അങ്ങനെ അല്ലെ, അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. Okay. എന്താ വെച്ചാ ആ പറ. എനിക്കൊരു ഡൗട്ട്. അതായത് നമ്മൾ വിശ്വസിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധയും ഒന്നാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ ഇൻ കേസ് നമുക്കൊരു ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യേണ്ടി വരാണെങ്കിൽ, അതായത് ഇപ്പൊ ഗെത്സമേൻ തോട്ടത്തിലുള്ള പ്രാർത്ഥന സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ട് ജീസസ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോ അതെ. ഇങ്ങനൊരു സിറ്റുവേഷൻ ബേസിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യേണ്ടി വന്നാൽ നമുക്ക് ഇതിനെ എങ്ങനെ റിപ്ലൈ കൊടുക്കാൻ പറ്റും? നമ്മൾ റിയൽ ലൈഫിൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഉത്തരം മുട്ടി പോകുന്ന മേഖല അത് തന്നെയാണല്ലോ. കാരണം ഇതിനെങ്ങനെ കൃത്യമായിട്ടൊരു ഫേസ് കൊടുക്കാൻ പറ്റും. ഒരിക്കൽ നമ്മൾ സെമിനാരിയിൽ പഠിച്ച ഒരു ഫേമസ് ആയ
ഒരു കത്തോലിക്ക സഭയിൽ തന്നെ വൈദികരുടെ ഒരു മധ്യസ്ഥനായിട്ട് കാണുന്ന ഒരു വ്യക്തിത്വമാണ് ജോൺ വിയാനി എന്ന് പറയുന്നത്. ജോൺ വിയാനിയോട് ഒരിക്കൽ അദ്ദേഹം സെമിനാരി പഠിക്കുന്ന സമയത്ത് ഭയങ്കര മരമണ്ടനായിരുന്നു. ഒരു പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പുള്ളി തലയുടെ കയറത്തില്ല. അതുകൊണ്ട് തന്നെ പുള്ളി ആ സമയത്ത് വല്ല ആടിനെ തീറ്റ കൊടുക്കാനും അടുക്കളയിൽ പോയിട്ട് അവിടുത്തെ സഹായിക്കാനൊക്കെ പോയി. അപ്പോൾ കാരണം നമ്മുടെ സെമിനാരി പഠിപ്പിക്കുന്ന ഒരു കാര്യം മനസ്സിലാകുന്നില്ല. അപ്പോൾ അങ്ങനെ അച്ഛന്മാർ ഇദ്ദേഹത്തെ പറഞ്ഞു വിടാൻ തീരുമാനമെടുത്തു. പക്ഷേ ഇത് ഭയങ്കര ഭക്തനാണ്. അദ്ദേഹത്തിന് ഭയങ്കര മരിയ ഭക്തിയും അതോടൊപ്പം തന്നെ മാതാവ് ഭയങ്കര ഭക്തിയാണ്. ഭയങ്കര പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഭയങ്കര തീവ്രമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ് ജോൺ വിയാനി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ജീവിതം കണ്ടപ്പോൾ അച്ഛന്മാർക്ക് പറഞ്ഞയക്കാനും തോന്നുന്നില്ല. അങ്ങനെ എക്സാമിനേഷൻ വന്നു. എല്ലാ എക്സാമിനേഷനും അദ്ദേഹം തോറ്റുപോയി. അങ്ങനെ റെക്ടർ പറഞ്ഞു, ഇതിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു പരീക്ഷയെങ്കിലും ജയിക്കാതെ എങ്ങനെയാണ് മോൾഡ് കയറ്റി വിടുന്നത്. അങ്ങനെ ബിഷപ്പ് വന്ന സമയത്ത് ബിഷപ്പിന്റെ അടുക്കൽ പരാതി കൊടുത്തു. അപ്പോൾ ബിഷപ്പ് വന്ന് ഒരു ചോദ്യം ചോദിച്ചു, ഓക്കെ, നീ ഒന്നൊരു പരീക്ഷ ജയിച്ചില്ല എന്ന് ഞാൻ മനസ്സിലാക്കി, പക്ഷെ നിന്നോട് ഒറ്റ ചോദ്യം, നിന്നോട് ഈ ട്രിനിറ്റിയെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? അദ്ദേഹം പെട്ടെന്ന് തൻ്റെ പുതച്ചിരുന്നതായ ആ ഒരു പുതപ്പെടുത്തു. എന്നിട്ട് പെട്ടെന്ന് അദ്ദേഹം അത് 3 അടങ്ങ് മടക്കി. അപ്പോൾ ഒരു സൈഡിൽ പെട്ടെന്ന് കാണുന്ന സൈഡിലേക്ക് നോക്കും 3 പുതപ്പിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ എന്നിട്ട് ബിഷപ്പിന് ചോദിച്ചു, ഇതിപ്പോൾ എത്ര പുതപ്പുണ്ട്? അപ്പോൾ ബിഷപ്പ് പെട്ടെന്ന് നോക്കിയാൽ 3 ആട് കാണാൻ പറ്റും, 3 പുതപ്പുണ്ടെന്ന് പറയും. അപ്പോൾ പുള്ളി പറഞ്ഞു, ശരി, ഇപ്പം കാണുമ്പോൾ 3 ആട് തോന്നും, പക്ഷേ നൂർത്തിയാൽ ഇത് ഒന്നേ ഉള്ളൂ. അപ്പം 3 ആയിട്ട് കാണുമെങ്കിൽ പോലും ഒന്നേ ഉള്ളൂ. ഇതാണ് യഥാർത്ഥ ട്രിനിറ്റി. അപ്പം നമുക്ക് 3 രീതിയിൽ കാണാൻ പറ്റും. പുത്രനാട് കാണാൻ പറ്റും, പരിശുദ്ധാത്മാവാട് കാണാൻ പറ്റും, പിതാവാട് കാണാൻ പറ്റും, പക്ഷേ ഒന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ വൺനെസ്. വളരെ സിമ്പിൾ, ഒറ്റത്തരം പറഞ്ഞു. ആ ബിഷപ്പ് പറഞ്ഞു, ഓക്കെ, യു ആർ സെലക്റ്റഡ്. അദ്ദേഹം അച്ഛനായി മാറി. ഏറ്റവും മണ്ടനായതുകൊണ്ട് തന്നെ ഓണം കയറാൻ മൂലയിൽ കൊണ്ട് അദ്ദേഹത്തെ പോസ്റ്റ് ചെയ്തു. ഇവനിപ്പോൾ ഏത് നല്ല അത്യാവശ്യം ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ അറിയാത്തതുകൊണ്ട് തന്നെ ഏതോ ഒരു കോണി കൊണ്ട് ഇട്ടു. അദ്ദേഹം പോയി കുർബാന എല്ലാം തുടങ്ങി. അദ്ദേഹത്തിന് വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ ആ വിശുദ്ധ കുർബാന ഭയങ്കര പവറായിട്ട് മാറി. ആളുകൾ മുഴുവൻ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ അദ്ദേഹത്തിന് കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി വരാൻ തുടങ്ങി. അങ്ങനെ ആളുകളെ കൊണ്ട് ആ ഗ്രാമം മുഴുവൻ നിറഞ്ഞു. ആ ഗ്രാമം അങ്ങ് മാറി. ഇന്നും ജോൺ വിയാനി ഇന്നിപ്പോൾ ഇറ്റലിയുടെ ഒരു സ്ഥലത്ത് സാഞ്ചിയവാനോ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു ശരീരം ഇന്നും അഴുകാതെ അവിടെ ഇരിപ്പുണ്ട്. ഇന്നും അവിടെ പോയി കഴിഞ്ഞാൽ ആ ജോൺ വിയാനിയുടെ ശരീരം കാണാൻ പറ്റും. കാരണം അത്രയേ ഉള്ളൂ. എന്താ പറഞ്ഞാൽ സഞ്ജീവനല്ല അവിടെ, സോറി, അത് അദ്ദേഹം മറ്റാണ്, വേറെ പിതാവാണ്. ഓക്കെ, എന്തായാലും കത്തോലിക്ക സഭയിൽ ഇന്നും ഒരു വിശുദ്ധനായിട്ട് അല്ലെങ്കിൽ അച്ഛന്മാരുടെ മധ്യസ്ഥനായിട്ട് അദ്ദേഹം ഉയർത്തപ്പെടാൻ ഇടയായി തീർന്നു. ഒരു മരമണ്ടൻ, ഒരു ഫിലോസഫി അറിയത്തില്ല, പിന്നെ തിയോളജി അറിയത്തില്ലാത്ത ഒരു മരമണ്ടനാണ് അച്ഛന്മാരുടെ മധ്യസ്ഥനായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയൊരു ഫെയ്ത്ത് ആയിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്കിത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റ കാര്യമുള്ളൂ, ആ പുതപ്പിന്റെ കാര്യം മാത്രം ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് നിർത്താം. ഇനി ബാക്കിയുള്ള സംശയങ്ങൾ നിങ്ങൾ എഴുതി ഒന്ന് അവിടെ വെക്കുക, എന്നിട്ട് എനിക്ക് അയച്ചു തരാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകാനിടയായി തരാം. നിങ്ങൾക്ക് എനിക്കൊന്ന് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി. അപ്പോൾ നമുക്ക് അതെല്ലാം ഡിസ്കസ് ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ഒരു നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ രക്ഷ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്തുകൊണ്ടെന്ന രാജ്യശക്തിയും മഹത്വം നീക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയുമേ, നിനക്ക് സമാധാനം. നിങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമുള്ള കർത്താവായ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകയും മർത്തോറയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമത്തിന് കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹാടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ എന്നും നാളുണ്ടായിരിക്കുമാറാകട്ടെ. ഓക്കെ, താങ്ക് യു.